സമുപാസത്തെ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാത് ഗുണിച പരമം ബ്രഹ്മകമിദം സമാധിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഹരി ഓം തത്സ്. ജയ ഗുരു ജയ ഗുരു. നമുക്കെല്ലാവർക്കും കൂടി പതിവ് പോലെ ഒരു 3 തവണ കൂട്ടായി ഓങ്കാരം ഒരു ജപതപോനുഷ്ഠാനം നടത്താം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ആഗോള വ്യാപകമാകണം. ഈ കൂട്ടധ്വനി എല്ലായിടത്തും പ്രസരിച്ച് സർവ്വജീവജാലങ്ങൾക്കും ശാന്തിയും സന്തോഷവും സൗഭാഗ്യവും രചിക്കട്ടെ എന്നൊരു വിചാരത്തോടു കൂടി ഹരി ഹരി ഹരി. ഓ ചിത്തം തദാ മുക്തിർയദാ ചിത്തം ന വാഞ്ചതി ന ശോചതി ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹാതി ന മുഞ്ചതി ന ഗൃഹാതി ന ഹൃഷ്യതി ന കുപ്യതി ന ഹൃഷ്യതി ന കുപ്യതി തദാ മുക്തിർയദാ ചിത്തം തദാ മുക്തിർയദാ ചിത്തം ന വാഞ്ചതി ന ശോചതി ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹാതി ന മുഞ്ചതി ന ഗൃഹാതി ന ഹൃഷ്യതി ന കുപ്യതി ന ഹൃഷ്യതി ന കുപ്യതി. നമ്മൾ ഈ 7-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകമാണല്ലോ എടുത്തു നിർത്തിയത്. മയി അനന്തമഹാംബോധൗ വിശ്വം നാമവികൽപ്പന അതിശാന്തോ നിരാകാരഃ ഏതദേവാഹമാസ്ഥിതഃ.
ഈ ശ്ലോകം എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും എനിക്ക് തൃപ്തി വരണില്ല. എന്താ കാരണം എന്നറിയാമോ നിങ്ങൾക്ക്? ഈ പറയുന്ന സന്ദേശമുണ്ടല്ലോ, ആ സന്ദേശം ശരിയായി നാം കേൾക്കണം, ഉൾക്കൊള്ളണം. ഒരു സംഗതി ഉൾക്കൊണ്ടു എന്നുണ്ടെങ്കിൽ അതിനെന്താ അർത്ഥം? ആ ഉൾക്കൊണ്ട നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വൃത്തികളും അതിനനുസരിച്ചാവണം. എന്തെങ്കിലും ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടായി എന്നിരിക്കട്ടെ, ആ ധാരണയെ അനുസരിച്ചാവില്ലേ പിന്നെ നമ്മുടെ ജീവിതം? ഞാൻ നമ്മുടെ ജീവിതത്തെ, വേണ്ടതുപോലെയുള്ള ജീവിതത്തെ ചുരുക്കി സംഗ്രഹിച്ച് പറയാറുണ്ട്. എന്നാൽ in the whole of your life you have only the twin functions of incorporating the desirable and eliminating the undesirable. ഗ്രാഹ്യമായതിനെ ഉൾക്കൊണ്ട് ത്യാജ്യമായതിനെ തള്ളിക്കളയുക, ഇത് രണ്ടേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ളൂ. ഈ ഗ്രാഹ്യവും ത്യാജ്യവും എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ അറിവിൻ്റെ മേഖലയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമ്മൾ കുട്ടികളെ പള്ളിക്കൂടത്തിൽ ചേർത്ത് പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടികളിൽ നമ്മൾ പല വിഷയങ്ങളും പഠിക്കണു എന്നുള്ളതിരിക്കട്ടെ, സാമാന്യമായി അവരുടെ സ്വഭാവത്തിലും പരിചയത്തിലും ആചരണത്തിലും സമ്പർക്കത്തിലുമെല്ലാം ആ കുട്ടികൾക്ക് എന്തുണ്ടാവണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വിവേകം വേണം. ആ വിവേകത്തിന് വിധേയമായി ഞാൻ ചെയ്യാവുന്നത് എന്തൊക്കെ, ചെയ്യരുതാത്തത് എന്തൊക്കെ, നല്ലത് എന്തൊക്കെയാണ്, അല്ലാത്തത് പൊല്ലാത്തത് എന്ത്, ഈ ഡിസ്ക്രിമിനേഷൻ, ഈ വിവേകമാണ് നമുക്കെല്ലാം ആവശ്യം. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം കൂടി നമ്മെ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. നമ്മളൊക്കെ വിചാരിക്കും അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാര പുണ്യായ പാപായ പരപീഡനം. 18 പുരാണങ്ങളിലുമായി വ്യാസദേവൻ പറയുന്ന വാക്യങ്ങൾ രണ്ടേ രണ്ട്. എന്തൊക്കെയാ? മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി നാം നനയ്ക്കുകയോ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതൊക്കെ പുണ്യമാണ്. മറിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവകരമായി എന്ത് ചെയ്താലും, അതെങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, വായ കൊണ്ട് പറഞ്ഞു, കൈകാലുകൾ കൊണ്ട് പ്രവർത്തിച്ചു, ഇങ്ങനെ എന്ത് ചെയ്താലും അതൊക്കെ പാപമാണെന്ന്. ഈ പാപം പുണ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുണ്യം നമുക്ക് ആചരിക്കാനുള്ളതും പാപം വിട്ടുകളയാനുള്ളതുമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒട്ടാകെ രണ്ട് പാഠങ്ങളെ നമുക്കുള്ളൂ. ആശാസ്യമായത് ഉൾക്കൊള്ളാനും അനാശാസ്യമായത് തള്ളിക്കളയാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ആശാസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നല്ല ഭാഷയിൽ ദുരഭ്യാസങ്ങൾ എന്ന് പറയും. എന്താ ഈ ദുരഭ്യാസങ്ങൾ അറിയാമോ നിങ്ങൾക്ക്? ഇത് പഴയ കാലം മുതൽക്ക് ഇപ്പോഴും അത് വർജിക്കുന്നതല്ല. എന്തൊക്കെയാണ് ദുരഭ്യാസങ്ങൾ? പുകയില ഉപയോഗിക്കുന്നത് ദുരഭ്യാസമാണ്. ഏത് വിധത്തിലും പുകയില ഉപയോഗിച്ചാൽ നമ്മളതിന് ദാസന്മാരാവും. അത് ശരീരത്തിന് നല്ലതല്ല, ശരീരത്തിന് പോഷകമോ ശരീരത്തിൻ്റെ നിലനിൽപ്പിനെ സഹായിക്കുന്നതോ അല്ല, മറിച്ച് ഉപദ്രവകരമാണ്, അനാരോഗ്യകരമാണ്. അതേമാതിരി ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്. ദുരഭ്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ്: ശരിയല്ലാത്ത ജനങ്ങളോടുകൂടി നാം കൂട്ടുകെട്ട് വളർത്തരുത്. സംസർഗം കൊണ്ടാണ് ഉള്ള ഗുണദോഷങ്ങൾ മുഴുവനും ഉണ്ടാവുന്നത്. ആ ഗുണദോഷങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കി നമുക്ക് ദോഷമുണ്ടാകാം എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവരോട് കൂടി സംസർഗം പുലർത്തരുത്. കൊല്ലങ്ങൾ മുൻപ് ഞങ്ങളുടെ ആശ്രമത്തിൽ നമ്മുടെ ശിഷ്യന്മാരുടെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നു. അമ്മയുണ്ട്, അച്ഛനുമുണ്ട്, കുട്ടിയുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയായിട്ട് ഞാൻ കുട്ടികളോടൊക്കെ കുറേ നേരം സംസാരിക്കും. വളരെ രസകരമായി സംസാരിക്കും. അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മാതിരിയാവും ആ സംസാരം. മാത്രമല്ല, അത് കേട്ട് കഴിഞ്ഞാൽ അത് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു തരത്തിലാണ് സംസാരിക്കുക. ഞാൻ ജംഷഡ്പൂരിലിരിക്കുമ്പോൾ നമ്മുടെ ഒരു ശിഷ്യൻ്റെ മകൻ ശങ്കർ എന്ന് പറഞ്ഞൊരു കുട്ടി, നൊട്ടോറിയസ് RIT ഉണ്ട് അവിടെ ജംഷഡ്പൂരിൽ. അതിൽ നിന്ന് സഹപാഠികളെ കൂട്ടിക്കൊണ്ടു വന്നു. 3-4 പേരുണ്ട്. അവരോട് ഞാൻ ഒരു മുഖവുരയൊക്കെ നടത്തി സംസാരം തുടങ്ങി. കുട്ടികളെ, നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരല്ലേ? അതെ.
അപ്പോൾ ബുദ്ധിയാണല്ലോ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാറ്റിനും വഴികാട്ടി പ്രധാനം. അതെ, നിങ്ങൾ കോളേജിൽ പോയി പഠിക്കുന്നതും ബുദ്ധിക്ക് വിധേയമായും ബുദ്ധിയെ വർദ്ധിപ്പിക്കാനുമല്ലേ? അതെ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ബൗദ്ധികമായി സംസാരിച്ചാൽ നിങ്ങളത് ചെവിക്കൊള്ളുമോ? കൊള്ളും. അത് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ? ബൗദ്ധികമായിട്ടാണ് പറയുന്നത്. നിങ്ങളെ ബോധ്യപ്പെടുത്താം. ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുമോ? സ്വീകരിക്കും. അത് ഉൾക്കൊള്ളുമോ? ഉൾക്കൊള്ളും. ഉൾക്കൊള്ളുന്നതിന് എന്താ അർത്ഥം? നിങ്ങൾ തന്നെ പറയും. ഒരു കാര്യം പറഞ്ഞു, കേട്ടു, മനസ്സിലാക്കി, സംശയം ഉണ്ടെങ്കിൽ തീർത്തു, ഗ്രഹിച്ചു. ഈ ഗ്രഹിക്കുന്നതിന് എന്താ അർത്ഥം? ആ നിമിഷം മുതൽ ആ ഗ്രഹിച്ചതിന് വിധേയമായി ആകണം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നത് മുഴുവനും. അതാണല്ലോ ഗ്രഹണത്തിനർത്ഥം. കണക്ക് നമ്മളെ പഠിപ്പിച്ചു. 0 മുതൽക്ക് 9 നമ്പർ വരെയുണ്ട്. അതിൻ്റെ കൂട്ടലും കഴിക്കലും ഹരിക്കലും പെരുക്കലും ഒക്കെ പാടെ കൂടി പഠിപ്പിച്ചു. അത് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അതിനനുസരിച്ചല്ലേ നിങ്ങൾ ജീവിക്കുക? എന്താ മിണ്ടാത്തേ? അതുപോലെ നിങ്ങൾ ഏത് മേഖലയിൽ എന്ത് ഗ്രഹിച്ചുവോ അതനുസരിച്ച് വേണം ജീവിക്കാൻ എന്നിങ്ങനെ പറയാനുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവരെന്താ ചെയ്യുക? വായടഞ്ഞു. ശരിയാണ്, ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഈ പെൺകുട്ടിയോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അവളുടെ മാർക്കൊക്കെ കേട്ടപ്പോൾ എനിക്ക് തൃപ്തിയായില്ല. കുട്ടിക്ക് ബുദ്ധിയില്ലേ? എന്നാൽ പിന്നെ എന്താ മാർക്ക് കുറവ്? എനിക്ക് മനസ്സിലാവണില്ലല്ലോ. അച്ഛനമ്മമാരൊക്കെ പഠിച്ചവരാണ്, ബോംബെയിലാണ്. കുട്ടിയുടെ ചങ്ങാതിമാരാരാ? അപ്പോഴാണ് കള്ളി പുറത്തേക്ക് വന്നത്. ചങ്ങാതിമാരാരും അത്ര അഭിലഷണീയരല്ല. ഒരു പഠിക്കുന്ന കുട്ടി എങ്ങനത്തെ ചങ്ങാതിമാരാ ആ കുട്ടിക്ക് വേണ്ടത്? തൻ്റെ പഠിപ്പിനെ പോഷിപ്പിക്കത്തക്ക വിധം, താൻ മൂലം മറ്റുള്ളവരുടെ പഠിപ്പും പോഷിക്കത്തക്ക വിധം അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പറ്റൂ. അതല്ലാത്തത് പറ്റില്ല. ഇത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ചങ്ങാത്തം 2 തരത്തിലാണ്. ഒന്ന്, നമ്മൾ ആവശ്യപ്പെട്ട് അഭിലഷിച്ച് പോയി ഒരാളോട് ചങ്ങാതിയാവണം എന്ന് പറയും. മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ആ ആളുടെ ചങ്ങാതിയാവണം എന്ന് പറയാം. ഐദർ യു സീക്ക് ഫ്രണ്ട്ഷിപ്പ് ഫ്രം അനദർ ഓർ യു അഫോർഡ് ഫ്രണ്ട്ഷിപ്പ് ടു അനദർ. ഒന്നിലോ നാം ചങ്ങാതി ആവാൻ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ ചങ്ങാത്തം വേണം എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മൾ ഒരാളുടെ ചങ്ങാതിയാവാൻ നിശ്ചയിക്കുമ്പോഴോ അല്ല ഇനി ഒരാളെ നമ്മുടെ ചങ്ങാതിയാവാൻ നിശ്ചയിക്കുമ്പോഴോ ഒരു കാര്യം ഉറപ്പുവരുത്തണം. എന്താണത്? ആ കൂട്ടുകെട്ടുകൊണ്ട് ഞാനാണത് തേടുന്നതെങ്കിൽ ഞാൻ നന്നാവണം, മറ്റുള്ളവരാണ് എന്നിൽ നിന്ന് തേടുന്നതെങ്കിൽ അവർ നന്നാവണം. അങ്ങനെ നന്നാവാത്ത ഒരു ചങ്ങാത്തം അഭിലഷണീയമല്ല എന്ന് പറഞ്ഞാൽ മോള് സമ്മതിക്കുമോ? സമ്മതിക്കും. കുട്ടിയുടെ കൂട്ടുകെട്ട് ഇപ്പോൾ ഏത് തരത്തിൽപ്പെട്ടതാ ഒന്ന് പറയൂ. എനിക്കറിയില്ലല്ലോ. അവൾ പറഞ്ഞു അഭിലഷണീയമല്ല. അപ്പോൾ എന്തു വേണം? ഒരു തീക്കനൽ എടുത്തപ്പോൾ മനസ്സിലായില്ല, വെണ്ണീറിൽ മൂടിക്കിടക്കുകയായിരുന്നു. ആ വെണ്ണീർ പോയി കൈ പൊള്ളാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്തു ചെയ്യും? താഴത്തിടും. അതേമാതിരി ശരിയല്ലാത്ത ചങ്ങാത്തമാണെന്ന് മനസ്സിലായാൽ അതിനെ എന്തു വേണം? വിടണം. കുട്ടി അത് ചെയ്യോ? ആലോചിച്ച് മറുപടി പറയും. ചെയ്യും. എത്ര ദിവസം പിടിക്കും? ഞാൻ പോയാൽ ചെയ്തോളാം. എന്താ ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ? പഠിക്കണത് ഗ്രഹിക്കുകയാണ്. ഗ്രഹിച്ചു എന്നുള്ളതിന് എന്താ തെളിവ്? നമ്മളിങ്ങനെ വായിച്ചു പോണു. ആ 1 പേജ് വായിച്ചു, 2 പേജ് വായിച്ചു, അങ്ങനെ എത്ര പേജ് വായിച്ചു, താഴ്ത്തു വെച്ചു. നമ്മുടെ ധർമ്മകൽപ്പദ്രുമം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇവിടെ നിങ്ങളോട് പറഞ്ഞ് അവതരിപ്പിക്കുകയുണ്ടായല്ലോ. അതിവിടെ വായിച്ച് നമ്മുടെ ആദ്യമായി ഗീതാതത്വ സമീക്ഷ ഇവിടെ നടത്താൻ മുൻകൈയിട്ട് പുറപ്പെട്ടത് UK നായർ ഉണ്ണികൃഷ്ണൻ എന്നാണ് ഞാൻ വിളിക്കുക. തൃശ്ശൂരിൽ. എന്നേക്കാൾ 2 വയസ്സ് പ്രായം കൂടുതലാണ് അദ്ദേഹത്തിന്. അപ്പോൾ പുസ്തകം വായിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇത് കണ്ടില്ലേ, ഇതൊന്ന് കൊണ്ടുപോയി വായിക്കേണ്ടതാണ്, അങ്ങനെ പറയരുത്. ധർമ്മകൽപ്പദ്രുമം കൊണ്ടുപോയി എന്നിട്ട് പറയുക, സ്വാമിജി ഈ പുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ താഴ്ത്തു വയ്ക്കാൻ പറ്റില്ല എന്ന്. അത് വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് താഴ്ത്തു വയ്ക്കാൻ തോന്നില്ല. ആ ധർമ്മകൽപ്പദ്രുമം ഒന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കി ഈ മഹാഭാരതം വേദവ്യാസ മഹർഷി പോലെ ഒരാളെ കൊണ്ട് എഴുതിച്ചതിന് പ്രകൃതിയുടെ സംവിധാനത്തിൽ എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം എന്നാണ് ആദ്യത്തെ ചർച്ച.
ഈ വേദവ്യാസൻ ആരാ? ഊരും പേരുമില്ലാതെ എന്തോ അപകട രൂപത്തിൽ ഒരു ഗർഭം ധരിച്ചു. അത് പ്രസവിച്ച ഉടനെ അച്ഛനും അമ്മയും ആ കുട്ടിയെ ഉപേക്ഷിച്ചൊരു പോക്ക് പോയി. എന്താ? അത് അവിഹിതമാണ്. അച്ഛനും യോജിച്ചതല്ല, അമ്മയ്ക്കും യോജിച്ചതല്ല. അപ്പം പെറ്റ കുട്ടിയെ വളർത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവിഹിതത്വം എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ കാലം പോലെ കോലം അതൊക്കെ സംഭവിക്കും. അപ്പോൾ ആ കുട്ടിയെ വിട്ടുപോയി. അങ്ങനെ വിട്ടുപോയ ഒരു കുട്ടിയാണ് നമ്മുടെ മുൻപിൽ മഹർഷിവര്യനായി പ്രത്യക്ഷപ്പെടുന്നത്. ഇങ്ങനെ ഒരാളെ കൊണ്ട് വേണമോ ലോകോത്തര ഗ്രന്ഥമായ മഹാഭാരതം രചിക്കാൻ? എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ? നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് എന്താ? നല്ല ഒരു കുടുംബത്തിൽ നന്നായി ജനിച്ച് ഒരു കുറവുമില്ലാതെ വളർത്തി നല്ല ഭക്ഷണം, പോഷകാംശം, ജീവിത സൗകര്യങ്ങൾ എല്ലാം കൊടുത്ത് പഠിപ്പിക്കണമെന്നാണല്ലോ നമ്മുടെ അച്ഛനമ്മമാരുടെ വിചാരം. ഇതിൽ അച്ഛനുമില്ല അമ്മയുമില്ല, വിചാരിക്കാൻ ആരുമില്ല. ഈ കുട്ടിയെ എവിടെ നിന്നു ആര് പറക്കിയെടുത്തു? എന്താ ചെയ്തേ? ശകുന്തളയെ പറക്കിയെടുത്ത് രക്ഷിച്ചു കണ്വ മഹർഷി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സീതയെ ഉപേക്ഷിച്ചപ്പോൾ മറ്റാർക്കും, ഒരു രാജാവ് ഉപേക്ഷിച്ച സ്ത്രീയെ, ഭാര്യയെ, ഒരു പ്രജയ്ക്കും ഏറ്റെടുക്കാനുള്ള അവകാശമോ അധികാരമോ ഇല്ല. അതാണ് ശ്രീരാമൻ തന്നെ ലക്ഷ്മണനോട് പറഞ്ഞത്. വാൽമീകി മഹർഷിയുടെ കുടീരത്തിൻ്റെ മുൻപിൽ ചെന്ന് വേണം ഉപേക്ഷ വാർത്ത പറയാൻ, അതുവരെ മിണ്ടണ്ട. ഗർഭമുള്ള സമയത്ത് തപോധനന്മാരുടെ അടുത്ത് ചെന്ന് അവരെ കുറച്ചു കാലം ശുശ്രൂഷിച്ചാൽ പിറക്കുന്ന കുട്ടി നന്നാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി കുറച്ച് ദിവസം അവരുടെ കൂടെ പാർപ്പിക്കണം എന്ന് ശ്രീരാമനോട് സീത പറയുണ്ടായി. ആ കഥയും പറഞ്ഞ ആ വ്യാജത്തിലാണ് ലക്ഷ്മണൻ്റെ കൂടെ പറഞ്ഞയച്ചത്. അവിടെ ചെന്നിട്ടേ പറയാവൂന്ന്. അങ്ങനെ ഉപേക്ഷിച്ചപ്പോൾ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, കാണാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് തോന്നുന്നു, തലമുടിയൊക്കെ അഴിഞ്ഞിട്ട് കരഞ്ഞ് വിവശയായി നമ്മുടെ മുൻപിലിരിക്കണമെന്ന്. മഹർഷി തന്നെ നോക്കാൻ ചെന്നു. നോക്കിയിട്ട് പറഞ്ഞതെന്താ? ഞാൻ അന്ന് പറഞ്ഞതുപോലെ, എൻ്റെ മകളെ, ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല, നിൻ്റെ ഭർത്താവിനെയും കുറ്റം പറയുന്നില്ല. നിനക്ക് ഇപ്പോൾ ആവശ്യമെന്തോ അത് ഉറപ്പുവരുത്തുന്നതാണ് എന്നെപ്പോലെ ഒരു പിതൃഹൃദയത്തിൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ വിളിച്ച് വേണ്ടതുപോലെ രക്ഷിക്കാനായി പറഞ്ഞേൽപ്പിച്ചു. ഇതാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ വേദവ്യാസൻ്റെ അച്ഛനും അമ്മയും ഈ കുട്ടിയെ ഉപേക്ഷിച്ചങ്ങോട്ട് പോയതെന്താ? അപ്പോൾ ആ കുട്ടിയെ ആര് നോക്കും? അങ്ങനെ ഒരു കുട്ടിയെ ഉപേക്ഷിച്ച് പോയാൽ ഈ ലോകം അനാഥമോ സനാഥമോ എന്നൊരു ചോദ്യം നമ്മുടെ മുൻപിലല്ല. ഈ പ്രപഞ്ച സംവിധാനത്തെ രചിച്ച് നിലനിർത്തുന്ന ആ അചിന്ത്യ വൈഭവത്തിൻ്റെ മുൻപിൽ വലിച്ചിട്ട ഒരു ചോദ്യമായിരുന്നു അത്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ മനുഷ്യരാശിയല്ല, മൃഗരാശികളുമല്ല. അതിന് മറുപടി എല്ലാറ്റിൻ്റെയും ഉറവിടത്തിൽ നിന്ന് വേണം നിർഗളിക്കാൻ. അത് നിർഗളിച്ചു. വേദവ്യാസ മഹർഷി ചെറുപ്പകാലം മുതൽക്ക് അദ്ദേഹത്തെ നോക്കി പരിരക്ഷിച്ചു കൊണ്ടുവന്നു. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹമാണ് ചിരഞ്ജീവിയായി ഇന്നും നമ്മുടെ ഇടയിൽ വാഴുന്നത്. ശ്രീമദ് ഭാഗവതം രചിച്ച്, മഹാഭാരതം രചിച്ച്, വേറെ ചില ഗ്രന്ഥങ്ങളും എഴുതി 5157 വർഷമായി ആ ഗ്രന്ഥം വള്ളിപുള്ളി പോകാതെ ഇന്നും മനുഷ്യരുടെ കണ്ണിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും മുൻപിൽ വിഹരിക്കണു, ആനന്ദിപ്പിച്ചുകൊണ്ട്, ജിജ്ഞാസ ഉജ്ജീവിപ്പിച്ചുകൊണ്ട്, അടങ്ങാത്ത ദാഹം, ജ്ഞാനദാഹം രചിച്ചുകൊണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ധർമ്മകൽപ്പദ്രുമം വായിക്കുമ്പോൾ. ആ വേദവ്യാസ മഹർഷി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഭീഷ്മൻ. ഇവരെ രണ്ടുപേരെയും തുലനം ചെയ്യുന്ന ഒരു സന്ദർഭം നമ്മുടെ മുൻപിലുണ്ട്. ഹസ്തിനപുരം വംശം തന്നെ വേരറ്റു പോകുന്ന ഒരു നില വന്നപ്പോൾ ഭീഷ്മൻ്റെ അടുത്ത് തൻ്റെ പ്രതിജ്ഞ കാലഹരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ സത്യവതിയെ കല്യാണം കഴിക്കാനായി സത്യവതിക്കുണ്ടാവുന്ന മക്കൾ രാജാക്കന്മാരാകണം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഞാൻ ബ്രഹ്മചാരിയായിരിക്കാം, കല്യാണം കഴിച്ച് മക്കളുണ്ടാവുമോ എന്ന് പേടിക്കണ്ടെന്ന് മീൻപിടുത്തക്കാരനോട് പറഞ്ഞത്. അത് കഴിഞ്ഞു, സത്യവതിക്ക് മക്കളും ഉണ്ടായി.
ആ മക്കൾ സന്താനമില്ലാതെ മരിച്ചുപോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയ്ക്ക് എന്താണ് പ്രസക്തി? ഒരു പ്രസക്തിയുമില്ല. അപ്പോൾ സത്യവതി ആ ഭീഷ്മനെ വിളിച്ച്, തൻ്റെ ഭർത്താവിൻ്റെ മകനെ വിളിച്ച് ഇവരിൽ ഗർഭമുണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കേണ്ട ഒരാവശ്യവുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയുടെ ഉദ്ദേശം സഫലമായി. ആ സഫലമായതിന് ശേഷം ഹസ്തിനപുര വംശം വേരറ്റ് നിൽക്കുകയാണ്. ആ സമയത്താണ് ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിന് ഒന്നും കൊഴിയാൻ പോകുന്നില്ല, പക്ഷേ അദ്ദേഹം കൂട്ടാക്കിയില്ല. അന്ന് ഞാൻ ചെയ്ത പ്രതിജ്ഞയാണ് ഇന്നും എനിക്ക് പ്രമാണം, അതുകൊണ്ട് അമ്മ പറയണത്, ചെറിയമ്മ പറയണത് ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് കുടീരത്തിൽ തപോധനനായി ജീവിക്കുന്ന വേദവ്യാസരെ വിളിച്ചു വരുത്താനായി. എന്നിട്ട് വേദവ്യാസനോട് സംസാരിച്ചതോ എങ്ങനെയാ? അധികാരത്തോടു കൂടിയാണ്. ഐ ആം ദ ബയോളജിക്കൽ മദർ, യു ആർ മൈ ബയോളജിക്കൽ സൺ. അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഐ സ്പീക്ക് ടു യു വിത്ത് ദി അതോറിറ്റി ആൻഡ് ദ റിലേഷൻഷിപ്പ് which none in this world, including yourself, can question and invalidate. നിൻ്റെ അമ്മയാണ് ഞാൻ, നീ എൻ്റെ പുത്രനാണ്. ആ മാതൃസഹജമായ അധികാരത്തോടും ആവേശത്തോടും മൂല്യബോധത്തോടും കൂടിയാണ് സംസാരിക്കുന്നത്. എന്നോടൊരക്ഷരം മറിച്ച് പറയരുത്. അവസാനത്തെ ഗുരു മാതാവാണ്, അമ്മയാണ്. ഈ പെൺകുട്ടികളിൽ നീ ഗർഭാധാനം ചെയ്യണം. അവസാനം ആ മാതൃപദം ഉപയോഗിച്ച് ആ അധികാരത്തോടു കൂടി സംസാരിച്ചപ്പോൾ ആദ്യം കൂട്ടാക്കിയില്ല. ഞാനൊരു മഹർഷിയാണ്, ഞാനൊരു തപോധനനാണ്, ഞാൻ എഴുതിയിട്ടുള്ള ശാസ്ത്രങ്ങളും രചിച്ച മൂല്യങ്ങളും നിർദ്ദേശങ്ങളും ആദർശങ്ങളും എല്ലാം പാഴായി പോവില്ലേ ഞാനിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ? അതുകൊണ്ടത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ അമ്മയുടെ അധികാരവും സ്ഥാനവും ഉപയോഗിച്ച് സത്യവതി സംസാരിച്ചത്. അതങ്ങോട്ട് സംസാരിച്ചപ്പോൾ ശാസ്ത്രമറിയുന്നവനാണ്. ശാസ്ത്രോചിതമായി സംസാരിച്ചാൽ അവിടെ അഹങ്കാരത്തിനും മമതയ്ക്കും ആഗ്രഹത്തിനും അനാഗ്രഹത്തിനുമൊന്നും സ്ഥാനമില്ല. ശരി എന്ന് സമ്മതിച്ചു. അപ്പുറത്ത് സമ്മതിച്ചാൽ ഒരു ദോഷവുമില്ലാത്ത ഭീഷ്മൻ തൻ്റെ പ്രതിജ്ഞയുടെ അർത്ഥം സഫലമാകാൻ വേണ്ടി തൻ്റെ പ്രതിജ്ഞയെ ലംഘിച്ചാൽ എന്തായിരുന്നു തെറ്റ്? അതിന് കൂട്ടാക്കിയില്ല. ആ വ്യക്തിഗതയിൽ ഉറച്ചു നിന്നു. ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനെ കവച്ചു വെച്ച് മാതൃസഹജമായ അധികാരത്തോടും അവകാശത്തോടും കൂടി സംസാരിച്ചപ്പോൾ വേദവ്യാസന് മറുപടി പറയാനുണ്ടായിരുന്നില്ല. തൻ്റെ വ്യക്തിഗതയെ വിട്ട് പ്രജകളെ ഭരിക്കാനുള്ള സിംഹാസനം അനാഥമാകരുത് എന്ന് കണക്കാക്കി അദ്ദേഹം അതിന് വഴങ്ങി. നിങ്ങളുടെ മുൻപിൽ ചോദ്യം തരാണ്. ഇവർ രണ്ടുപേരിലും കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും തുലനം ചെയ്യാൻ പറ്റില്ലെങ്കിലും ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ? മറുപടി പറയുമോപ്പാ. ഭാരതം സാദൃശ്യാതീതമാണ്. നാം കാണാത്ത ജീവിതമില്ല, നാം നേരിടാത്ത ജീവിത പ്രശ്നങ്ങളില്ല, സമസ്യകളില്ല, ബുദ്ധിക്കുള്ള വെല്ലുവിളികളില്ല, മനസ്സിനുള്ള ചാഞ്ചല്യ ഹേതുക്കളില്ല. എല്ലാം നാം കണ്ട് കേട്ട് പഠിച്ച് അതിനെ എന്നേക്കുമായ ശാശ്വത സാഹിത്യം എന്ന് പറയുന്ന ഇതിഹാസമായി രചിച്ചു വെച്ച ഒരു വിശേഷപ്പെട്ട സാദൃശ്യരഹിതമായ ഒരു പുണ്യഭൂമിയാണ് നമ്മുടെ ഭാരതം. അതിൻ്റെ സന്താനങ്ങളാണ് നിങ്ങളെല്ലാവരും. ഭാരത സന്താനത്തിന് അടങ്ങാത്തതൊന്നുമില്ല, അഴിയാത്ത കുരുക്കുകളില്ല, കടന്നു പോകാൻ സാധിക്കാത്ത കടമ്പകളില്ല. നമ്മുടെ ബുദ്ധിയുടെ മുൻപിൽ, പ്രബുദ്ധതയുടെ മുൻപിൽ എല്ലാ മാനസ പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോകും. അതിന് പരിഹാരമുണ്ട്. അത്ര വിശേഷപ്പെട്ടതാണ്. ഈ വേദവ്യാസനും ഭീഷ്മനുമാണ് നമ്മുടെ ധർമ്മകൽപ്പദ്രുമത്തിൽ പ്രധാനമായി പ്രതിപാദിച്ചിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ്, വ്യക്തികൾ. നമ്മൾ നല്ല പോലെ മനസ്സിലാക്കണം. ഈ ലോകം സനാഥമോ അതോ അനാഥമോ? നമ്മുടെ ഭാഗവതം ഉറച്ചു പറയുന്നു, ശ്രീമദ് ഭാഗവതം,
സ രക്ഷിത രക്ഷതിയോ ഹി ഗർഭേന്ന്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ സന്ദേശമാണ്. സ്വർണ്ണലിപികളിൽ കൊത്തിവെക്കേണ്ട സന്ദേശമാണ്. ആരാണോ ഗർഭകോശത്തിൽ രക്ഷിക്കുന്നത് ആൾ തന്നെയാണ് പുറത്തു വന്നാലും രക്ഷ നൽകുന്നത്. ഈ കാര്യത്തിൽ ഒരു സംശയവും അരുത്. നിങ്ങളെല്ലാവരും പറയും, അച്ഛനമ്മമാരായ ഞങ്ങളാണ് കുട്ടികളെ പരിപാലിച്ചു കൊണ്ടുവന്നത്. ശ്രീമദ് ഭാഗവതത്തിലൂടെ അതിൻ്റെ കർത്താവ് വ്യാസദേവൻ പറയുന്നു, ബാലസ്യ നേഹശരണം പിതരൗ നൃസിംഹ, ബാലസ്യ നേഹശരണം പിതരൗ നൃസിംഹ. കൊച്ചു പ്രഹ്ലാദൻ, 7 വയസ്സായ പ്രഹ്ലാദൻ നരഹരിയുടെ മുൻപിൽ പ്രഹ്ലാദൻ്റെ പിതാവ് അസുര ചക്രവർത്തിയെ തൻ്റെ കണ്ണിൽ മുമ്പ് തൊഴുകയോടുകൂടി നിൽക്കുകയാണ് പ്രഹ്ലാദൻ. ആ കൊച്ചുകുട്ടിയുടെ മുൻപിൽ വെച്ചാണ് അച്ഛൻ ശ്രീഹരിയെ ആക്രമിച്ചത്. ശ്രീഹരിക്ക് പ്രത്യാക്രമണം ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആക്രമണവും പ്രത്യാക്രമണവുമായി കുറച്ചങ്ങനെ നടന്നു. എന്തിന്? ഹിരണ്യകശിപുവിന് ശ്രീഹരിയുമായി മല്ലിട്ടതിൻ്റെ ചാരിതാർത്ഥ്യം വേണം എന്ന് പറഞ്ഞ് അതിനുള്ള അവസരം കൊടുത്തു. നിങ്ങൾ കേൾക്കണുണ്ടോ ഞാൻ പറയണത്? ആരെന്താവശ്യപ്പെട്ടോ അത് കൊടുക്കുന്നവനാണ് ഭഗവാൻ. ഹിരണ്യകശിപു ആവശ്യപ്പെട്ടത് ആക്രമിക്കാനാണ്, പ്രത്യാക്രമണമാണ് ആവശ്യപ്പെട്ടത്. ഒരവസരത്തിൽ നരഹരിയെ പിടിച്ചു കുടുക്കി സന്തോഷിച്ചു, കയ്യിലായി എന്ന്. ആ സന്തോഷം വരെ പ്രദാനം ചെയ്തതിന് ശേഷമാണ് കുടഞ്ഞ് പുറത്തേക്ക് വന്ന് തട്ടിയിട്ട് വയറ് കീറി കുടൽമാല വലിച്ചെടുത്ത് രക്തപങ്കിലമായിരിക്കുന്ന ആ മാല കഴുത്തിലിട്ട് സിംഹാസനത്തിൽ ചെന്നിരുന്നത്. ആ ഉഗ്രമൂർത്തിയെ ഉഗ്രത കുറയ്ക്കാനായി ആരുമില്ല. മഹാലക്ഷ്മിയെ വിളിച്ചു. മഹാലക്ഷ്മിയോട് പറഞ്ഞു, ഒന്ന് ചെല്ലൂ, സമാധാനിപ്പിക്കൂ. അയ്യോ, നല്ല സമയത്ത് ചെല്ലാനേ എനിക്ക് പറ്റുള്ളൂ, ഈ ഒരു രൂപം ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അങ്ങോട്ട് പോവാനേ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ഉഗ്രമൂർത്തി ആരാ സാന്ത്വനപ്പെടുത്തുക? ബ്രഹ്മാവ് ആലോചിച്ചു. ഒരൊറ്റ കാര്യം, ആർക്ക് വേണ്ടിയാണോ ഈ ഉഗ്രരൂപമുണ്ടായത് ആ കൊച്ചു കുട്ടൻ അവിടെ നിൽക്കണു, അവനെ പറഞ്ഞേക്കാന്നായി. പ്രഹ്ലാദ മോനെ, നീ ഒന്ന് ചെല്ലില്ലേ? ഒരു കൂസലുമില്ല. തൊഴുകയെ കൊയ്യു വീശി അങ്ങോട്ട് ചെന്നു. ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു സാഷ്ടാംഗ നമസ്കാരമാണ്. ആ കൊച്ചു കുട്ടിയുടെ 2 കൈപ്പടങ്ങളും തൻ്റെ പാദത്തിൻ്റെ മുകളിൽ വെച്ചതോടുകൂടി ശ്വാസം തണുത്തു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ കൂട്ടരെ? ശ്വാസം തണുത്തു. The hot breath of Narasimha became suddenly cold when the beautiful lotus-like hands of the two of Prahlada, they were placed on the feet of Narahari. അവിടെ ഞങ്ങളുടെ കൊച്ചു കുട്ടൻ ഒരു സ്തുതിക്കുക, തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചപ്പോൾ. അതിൽ പറയാണ്, ബാലസ്യ നേഹശരണം പിതരൗ നൃസിംഹ. ഒരു കൊച്ചുകുട്ടിക്ക് അച്ഛനമ്മമാരല്ല ശരണം. പ്രഹ്ലാദൻ ജനിച്ചത് ഹിരണ്യകശിപുവിന് സന്താനമായിട്ടാണ്. തൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പരിപാലനം കിട്ടിയോ അതോ ആക്രമണങ്ങൾ തൊടുത്തു വിട്ടുവോ അച്ഛൻ? ഇതവരുമില്ലാതെ. അച്ഛൻ രക്ഷിച്ചുവോ അതോ ശിക്ഷിച്ചുവോ? അമ്മ ഒരു സമയത്തും അടുത്തില്ല അച്ഛനെ തട്ടിപ്പറയാനോ സമാധാനിപ്പിക്കാനോ. അങ്ങനെ അച്ഛനമ്മമാർ കൂടെയുള്ളപ്പോൾ അച്ഛൻ തന്നെ ആക്രമിച്ച് നിൽക്കുന്ന ഘട്ടമാണ് നാം പ്രഹ്ലാദൻ്റെ ജീവിതത്തിൽ കാണുന്നത്. നിങ്ങൾ പറയൂ, ആ കുട്ടിയെ രക്ഷിക്കാൻ ആരുണ്ടായിരുന്നു? അവൻ സനാഥനായിരുന്നുവോ അനാഥനായിരുന്നുവോ? ആരാടാ എന്നെ ധിക്കരിക്കാൻ നിന്നെ സഹായിക്കത്തക്ക വിധത്തിൽ നിനക്ക് പിൻബലമായി നിൽക്കുന്നത് ആരാടാ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നച്ഛ, എനിക്ക് മാത്രമല്ല, ഇന്ദ്രനും ചന്ദ്രനും ദിക്പാലന്മാർക്കും അങ്ങയ്ക്കും തന്നെ ആശ്രയമായി ഒരൊറ്റ കേന്ദ്രമേ ഉള്ളൂ, പരമകല്യാണനിധിയായ ശ്രീഹരി. ശ്രീഹരി. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ജ്വലിക്കുന്ന അഗ്നി ഒന്നുകൂടി ജ്വലിച്ചു തൻ്റെ ശരീരത്തിൽ, തൻ്റെ മനസ്സിൽ. താൻ നഖശിഖാന്തം എതിർക്കുന്നവനാണ് ഹരി. ആ ഹരിയാണെന്ന് തനിക്ക് ആശ്രയം എന്ന് പറയുന്നു. അപ്പോഴാണ് ചോദിച്ചത്, നിൻ്റെ ഹരി എവിടെയാടാ? എൻ്റെ ഹരി എല്ലായിടത്തുമുണ്ട് എൻ്റെ പൊന്നച്ഛ.
എന്നാൽ ഈ തൂണിലുണ്ടോ? ഉവ്വ് എന്നാ പറഞ്ഞത്. അതുവരെ പ്രഹ്ലാദൻ്റെ ചുമതലയുള്ളൂ. തൻ്റെ ധാരണ, തൻ്റെ വിശ്വാസം, തൻ്റെ ആശ്രയം, തൻ്റെ അചഞ്ചലമായിരിക്കുന്ന ബോധം വെളിപ്പെടുത്തുന്നത് വരെ പ്രഹ്ലാദൻ. അത് കഴിഞ്ഞ് ആ കൊച്ചുകുട്ടിക്ക് പറയാനൊന്നുമില്ല. ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് മറുപടി. ആ മറുപടി കഴിഞ്ഞാൽ പിന്നെ അത് അർത്ഥവത്താക്കേണ്ടത് പ്രഹ്ലാദനല്ല, ശ്രീഹരിയാണ്. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മനഃ അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ഈ ശ്ലോകം ഒന്ന് വായിക്കണപ്പ, എഴുതി വയ്ക്കും. ഓരോരുത്തരുടെ വീട്ടിൽ ചെന്നാൽ കോപ്രാട്ടികളൊക്കെ ധാരാളം കാണാം, അല്ല നല്ലതും ഉണ്ടാവും, എനിക്ക് വിരോധമില്ല. പക്ഷേ ഇങ്ങനെയുള്ളതൊന്നും തൂക്കി വയ്ക്കണപ്പ അവിടെ. നിങ്ങളുടെ കുട്ടികളൊന്ന് പഠിക്കട്ടെ. അർത്ഥസഹിതം ഈ ശ്ലോകം എഴുതി വയ്ക്കും. സത്യം വിധാതും നിജഭൃത്യഭാഷിതം. തൻ്റെ ഭൃത്യനാണ് പ്രഹ്ലാദൻ. ആ കൊച്ചുകുട്ടി പറഞ്ഞു പോയി ഉണ്ട് എന്ന്. ആ വാക്കിനെ അർത്ഥവത്താക്കണം. അത് കുട്ടിക്ക് സാധിക്കില്ല, കുട്ടി ചെയ്യേണ്ടതുമല്ല. എൻ്റെ ഹരി എല്ലായിടത്തുമുണ്ട്, അതുകൊണ്ട് തൂണിലുമുണ്ട് എന്നൊരു വാക്കാണ്. 70 വയസ്സായ നിങ്ങളടക്കം ആരും ഇങ്ങനെ പറയാൻ കൂട്ടാക്കില്ല. ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് എല്ലായിടത്തും ഉണ്ടെന്നാ. എടോ താൻ എന്താ പറയണേ? എനിക്കൊന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ നില. അപ്പോൾ ആ കുട്ടി സത്യം പറഞ്ഞു. ആ പറഞ്ഞ വാക്കിനെ അന്വർത്ഥമാക്കേണ്ടത്, അർത്ഥവത്താക്കേണ്ടത് ആരെപ്പറ്റി പറഞ്ഞുവോ ആ ആളാണ്. വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മനഃ. അതേ സമയത്ത് താൻ എല്ലായിടത്തും ഉണ്ട് എന്ന് സമർത്ഥിക്കും വേണം, ദൃശ്യമാക്കി തീർക്കും വേണം എന്ന് വിചാരിച്ച് അദൃശ്യത കാണപ്പെട്ടു. അത്യദ്ഭുത രൂപമുദ്വഹൻ. അത്യദ്ഭുതമായിരിക്കുന്ന ഒരു രൂപം. എന്നെ മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, പക്ഷി കൊല്ലരുത്, ഇഴജന്തുക്കൾ കൊല്ലരുത്, രാത്രി പാടില്ല, പകൽ പാടില്ല, അകത്ത് പാടില്ല, പുറത്ത് പാടില്ല, ഉപരിദേവതകൾ കൊല്ലരുത്, ഒരിടത്തും വെച്ച് കൊല്ലാൻ പാടില്ല. പക്ഷേ തൊടയിൽ വെച്ച് കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടില്ല. കേൾക്കണുണ്ടോ നിങ്ങൾ? ഇല്ല ഇല്ല. നോക്കൂ എങ്ങനെയാണ് ഈ ലോകം പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ഒരാളുടെ ബുദ്ധി ഉപയോഗിച്ച് കിട്ടാവുന്നതും തേടാവുന്നതുമായ വരങ്ങൾ മുഴുവൻ ചോദിച്ചു. ആ വരങ്ങളെ മുഴുവൻ അന്വർത്ഥമാക്കിക്കൊണ്ട്, അർത്ഥവത്താക്കിക്കൊണ്ട് ആ വരത്തിനെ കവച്ചു വച്ചിട്ടുള്ള ഒരു രൂപമായിരുന്നു അത്യദ്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം. ആ സഭയിലുള്ള സ്തംഭത്തിൽ ന മൃഗം ന മാനുഷം. അത് മൃഗവുമല്ല, അത് മനുഷ്യനുമല്ല. മനുഷ്യമൃഗം, മൃഗമനുഷ്യൻ. അത് ഹിരണ്യകശിപുവിൻ്റെ തലയിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വരം മേടിച്ചിട്ടില്ല. എന്നിട്ടാണ് കിടന്ന് പിടിച്ച് ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ ആയത്. ഇതാണ് നരഹരി. ആ കുട്ടിയുടെ ചരിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ അച്ഛനാണ് എന്താടാ എന്ന് പറഞ്ഞ് സഹിക്കുവയ്യാതെ വാളൂരി മകൻ്റെ കഴുത്ത് വെട്ടാൻ പോയിക്കഴിഞ്ഞു. സെക്കൻഡും കൂടിയില്ല ഇനി. അതിൻ്റെ ഇടയിലാണ് കടകടാന്ന് ശബ്ദം തൂണിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ മകനെ വിട്ട് തൂണിലേക്ക് നീങ്ങിയത്. നിങ്ങൾ എന്നോട് പറയൂ, ഈ ലോകം സനാഥമോ അനാഥമോ? അനാഥോ? എന്തിനാ ഇതൊക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നത്? ഇത് നടന്ന സംഭവങ്ങളാണ്, നടന്നില്ലായിരിക്കട്ടെ. അതിൻ്റെ വിവരണമാണല്ലോ നിങ്ങൾ കേൾക്കുന്നത്. ആ വിവരണത്തിലെ സന്ദേശമല്ലേ നിങ്ങൾ ഗ്രഹിക്കേണ്ടത്? നടന്ന സംഭവമായാലും അല്ലെങ്കിലും നമ്മുടെ മുൻപിലുള്ളത് വിവരണമാണ്. എന്തിൻ്റെ വിവരണം? അചിന്ത്യ പ്രഭാവത്തെക്കുറിച്ചുള്ള വിവരണം. ആ വിവരണമാണ് നമ്മളിൽ പ്രവർത്തിക്കേണ്ടത്. അതാണ് നമുക്ക് ആവശ്യം. സരക്ഷിത രക്ഷധിയോ ഹി ഗർഭേ. ഗർഭത്തിൽ ആര് രക്ഷിച്ചോ ആ ആൾ തന്നെയാണ് പുറത്തു വന്നാലും രക്ഷിക്കാൻ. ഗർഭദാതാവായ അച്ഛനോ അമ്മയോ ഇരുവരും നമ്മളെ രക്ഷിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു വേദവ്യാസൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടിയുടെ. അതിനെയൊക്കെ അതിജീവിച്ച്
അദ്ദേഹം നമ്മുടെ മുൻപിൽ ഒരു വിശേഷപ്പെട്ട വിജ്ഞാനദാതാവായ ഒരു മഹർഷിവര്യനായി ശോഭിക്കുന്നു. ഇതാണ് മഹാഭാരതം എഴുതാൻ അങ്ങനെ തന്നെ ഒരാൾ വേണം. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നേ ഈ വക കാര്യങ്ങൾ പുറപ്പെടൂ. സ്വാനുഭവമാണ് വേദവ്യാസൻ പറയുന്നത്. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ. മലേഷ്യയിൽ കുറച്ച് കൊല്ലങ്ങൾ മുൻപ് എനിക്ക് പെട്ടെന്നൊരു എമർജൻസി ഓപ്പറേഷൻ വേണ്ടി വന്നു. ആ എമർജൻസി ഓപ്പറേഷനിലേക്ക് പോകുമ്പോൾ, എമർജൻസി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം അപകട സാധ്യതയുള്ളതാണ്, തള്ളിക്കളഞ്ഞുകൂടാ. വയറ്റിലാണ് ഓപ്പറേഷൻ. അപ്പോൾ എല്ലാവർക്കും വളരെ ആങ്സൈറ്റി ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഒരൊറ്റ ആളെ ആങ്ഷ്യസ് ആവണ്ട. ഡോക്ടർമാരോട് പറഞ്ഞു, അതേ നിങ്ങളാണ് എൻ്റെ ശരീരം കൊണ്ടുപോണത്. അത് കഴിഞ്ഞാൽ എന്നെ ബോധം കെടുത്തിയാൽ പിന്നെ എനിക്ക് വല്ലതും അറിയോ എന്താ നടക്കണേന്ന്? അപ്പം നിങ്ങൾ കൊണ്ടുപോയി ബോധം കെടുത്തി നിങ്ങൾക്ക് ചെയ്യേണ്ട കീറലും മുറുക്കിലൊക്കെ കഴിഞ്ഞ് വേണ്ടതുപോലെ മടക്കി കൊണ്ടുവരേണ്ട ചുമതല നിങ്ങൾക്കാണ്. എനിക്ക് ഒരു വിധത്തിലുള്ള വിഷമവും ഇല്ല, ഇഷ്ടം പോലെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. എന്നെ ബോധം കെടുത്താതെ ഓപ്പറേറ്റ് ചെയ്താൽ ഞാൻ ലഹള കൂട്ടിയെന്ന് വരാം. അവർ ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരൊറ്റ ആൾ ഒരു തരത്തിലും പരിഭ്രമിക്കരുത്, ഈ ശ്ലോകം ചൊല്ലിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഈ ശ്ലോകം ചൊല്ലാനാണ് പറഞ്ഞവരോട്. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ. ഞാൻ ആദ്യമായി ശ്രീമദ് ഭാഗവതത്തിൽ ഈ ശ്ലോകം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ പ്രതികരണം എന്ന് പറയാൻ പറ്റില്ല, എന്താണെന്ന് എനിക്ക് വിവരിക്കാൻ പറ്റില്ല. സാധാരണ നാം അറിയുന്ന സത്യത്തിന് കടകവിരുദ്ധമാണ് ഇവിടെ പറയുന്നത്. ആർക്ക് കുട്ടി ജനിച്ചുവോ ആ അച്ഛനമ്മമാരല്ല കുട്ടിക്കുള്ള ശരണം. അച്ഛനമ്മമാരോട് കുട്ടിയെ രക്ഷിക്കണം എന്ന് പറയുന്ന ആ രക്ഷിക്കണം എന്നുള്ളൊരു വിചാരം തൊടുത്തുവിട്ട ഒരു പ്രഭാവമുണ്ട്. പെറ്റ കുട്ടികളെ ഉപേക്ഷിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടല്ലോ. കുറേ കൊല്ലങ്ങൾ മുൻപ് നിങ്ങൾക്കിതൊക്കെ കേൾക്കണോ? പുരുഷോത്തമ സ്വാമിജി ഉള്ള കാലമാണ്. അപ്പം ജ്ഞാനാശ്രമത്തിൻ്റെ തൊട്ടടുത്ത് തേക്കിൻകാടാണ്. ആ തേക്കിൻകാട്ടിൽ അത്യാവശ്യം ചിലരൊക്കെ വല്ലപ്പോഴും വന്ന് ഒരു തേക്കൊക്കെ മുറിച്ചുകൊണ്ട് പോകും. അതൊക്കെ സാധാരണ കാലത്ത് നേരത്തെയാണ് വരിക. ഇവർ വേഗം ആ 3 കല്ലും എടുത്ത് ആ കുട്ടിയെ പുറത്തേക്കാക്കി ഒരാൾ താങ്ങി പിടിച്ച് നിന്നു. എന്നിട്ട് അവർ ഓടിച്ചെന്ന് പുരുഷോത്തമ സ്വാമിജിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന്. സ്വാമിജി പറഞ്ഞു, കൊണ്ടുവന്നോളൂ. അദ്ദേഹത്തിന് പൂർവാശ്രമത്തിൽ 3 സന്താനങ്ങളാണ്. ഈ ഒരു കുട്ടിയെ എൻ്റെ മക്കളെക്കാളും എനിക്ക് സ്നേഹത്തോടു കൂടിയാണ് വളർത്തിയത് എന്ന് പറഞ്ഞു. 8 മാസം ആവുമ്പോഴെങ്കിൽ ബാംഗ്ലൂരിലൊരു കപ്പിളിന് ആ കുട്ടിയെ പ്രദാനം ചെയ്തു കൊണ്ടുപോയി വളർത്താനായി. അവർക്ക് കുട്ടികളില്ല. ഇതിപ്പോൾ ഏതാനും വർഷം മുമ്പ് ജ്ഞാനാശ്രമത്തിൽ നടന്നതാണ്. ആ പ്രസവിച്ച അച്ഛനമ്മമാർ തന്നെ വന്ന് ആ കുട്ടിയെ ഒരു തേക്കുംകാട്ടിലൊരു കുഴിയിൽ വെച്ച് കല്ലിട്ട് മൂടാൻ പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ പറയണപ്പാ, കുട്ടിയെ നോക്കണം എന്നുള്ള വിചാരം രചിക്കുന്നതും ആ വിചാരം എടുത്തു കളയുന്നതും 2 മാരാ. അതിൻ്റെ പിന്നിലൊരു പ്രഭാവമുണ്ട്. ആ പ്രഭാവമാണ് ഇവിടെ പരിരക്ഷകൻ. അല്ലാതെ നാം പ്രത്യക്ഷമായി കാണുന്ന അച്ഛനമ്മമാരല്ല. പല അച്ഛനമ്മമാർക്കും അല്ലെങ്കിൽ ചിലർക്ക് കുട്ടികളെ ഉപേക്ഷിക്കണം എന്ന് വരെ തോന്നാറുണ്ട്. വളർത്താതെ ഇരിക്കുന്നവരുമുണ്ട്, പല വിധത്തിലും ശിക്ഷിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഒരു കുടയ്ക്ക് കീഴിൽ നടക്കുന്ന കോലാഹലങ്ങളാണിത് മുഴുവനും. നല്ലതുപോലെ ഇവിടെ ചീത്തയും ഉണ്ടാവും, ചീത്ത പോലെ നല്ലതുമുണ്ടാവും. ഇത് രണ്ടും കലർന്നതാണ് ലോകം. ഞാൻ ഈ ശ്ലോകം അങ്ങോട്ട് വായിച്ചപ്പോൾ ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ. അപ്പോൾ എൻ്റെ ചിന്താഗതി നിങ്ങളുടെ ചിന്താഗതി മാതിരിയല്ല. വേദവ്യാസ മഹർഷിക്ക് അല്ലെങ്കിൽ ഭാഗവത രചയിതാവിന് ഇതെങ്ങനെയാണ് എഴുതാൻ തോന്നിയത്? എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം? ഇതാണോ സത്യം? ഇതാണ് സത്യമെങ്കിൽ മറ്റെല്ലാം അസത്യമാണല്ലോ. എന്താ ഇതിൻ്റെ പിന്നിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നും ആ ശ്ലോകം ഭൂമാനന്ദസ്വാമിയുടെ ഹൃദയത്തിൽ വിശേഷപ്പെട്ട ഒരു സ്ഥാനം പിടിച്ച് ഡാൻസ് ആടിക്കൊണ്ടിരിക്കുകയാണ്. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ. ഇതാരാ പറയണത്? പ്രഹ്ലാദൻ. ആരുടെ മുൻപിലാ? നരഹരിയുടെ മുൻപിൽ. ആരാണ് ഈ നരഹരി? തൻ്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി ഒരു അദ്ഭുത ജന്മമുണ്ടായതാണ്. തൻ്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി. അച്ഛനെ എന്തിനു കൊല്ലേണ്ടി വന്നു?
അച്ഛൻ എന്നെ കൊല്ലാൻ വാളൂരി അട്ടഹസിച്ച് കാലെടുത്ത് വെച്ച് അടുത്തെത്തിയപ്പോൾ അവിടുന്ന് തെറ്റിച്ചിട്ടാണ് തൂണിൻ്റെ അടുക്കലേക്ക് പോയത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എത്ര സെക്കൻഡ് ഉണ്ടായിരുന്നു അവളെ രക്ഷിക്കാൻ? അമ്മാമനുണ്ടായിരുന്നെങ്കിൽ അമ്മാമനെ രക്ഷിക്കാൻ പറ്റുമോ വഴക്ക് കൂടിയിട്ട്? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചരിത്രത്തിലൂടെ, ഈ വിവരണങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത് എന്താ? പ്രപഞ്ചത്തിൽ അതിസൂക്ഷ്മമായി പ്രവർത്തിക്കുന്ന വിശേഷപ്പെട്ട നിയമങ്ങളും വ്യവസ്ഥകളും, ആ നിയമവ്യവസ്ഥകളെ സാധൂകരിക്കാൻ, ന്യായമാക്കാൻ, വേണ്ടി വരുമ്പോൾ പ്രത്യക്ഷമായി പ്രകടമാക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. ഈ പ്രപഞ്ചം തന്നെ ശൂന്യത്തിൽ നിന്ന് പുറപ്പെട്ടതല്ലേ? സൃഷ്ടിക്ക് മുമ്പ് എന്തുണ്ടായിരുന്നു? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ശൂന്യം. ആ ശൂന്യത്തിൽ നിന്നാണ് ഈ പൂർണ്ണ പ്രപഞ്ചമുണ്ടായത്. അത് ശൂന്യമോ പൂർണ്ണമോ? നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ലേപ്പ? ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായ ഹേതു കാരണത്തിലില്ലാത്തത് കാര്യത്തിലുണ്ടാവില്ല. കാരണമാണ് കാര്യത്തിനെ ഉണ്ടാക്കുന്നത്. ദിസ് ഈസ് ദ ലോ ഓഫ് ദ കോസ് ആൻഡ് ഇഫക്റ്റ്. ദ ഇഫക്റ്റ് ഈസ് നോ അതർ ദാൻ എ റീഅപ്പിയറൻസ് ഓർ എ റീപ്രൊഡക്ഷൻ ഓഫ് ദ കോസ്. വാട്ടെവർ ഈസ് നോട്ട് ഇൻ ദ കോസ് ക്യാൻ നെവർ ബി ഇൻ ദ ഇഫക്റ്റ്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ സൃഷ്ടി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയാണ് അവിടെ. ആ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്ന് വരികിൽ അത് ഒന്നുമില്ലായ്മയോ അതോ ഇതിനേക്കാൾ മഹത്തോ? ബുദ്ധിയില്ല. ഇത് ബുദ്ധിക്ക് മുൻപിൽ മാത്രമേ ഈ സത്യം പ്രത്യക്ഷപ്പെടൂ. This is not subject to objective scientific experimentation at all, because this is not an area accessible to our senses. Even the telescopes and microscopes, it is the human eyes that observe, mind you. All the perceptions the microscope and the telescope give are only for the visual organ to perceive. ഇത് കണ്ണിനും മൂക്കിനും എത്താൻ പറ്റുന്ന മേഖലയല്ല. സൃഷ്ടി എന്ന് പറയുന്നത് എന്നോ നടന്നതാണ്. ആ സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യമാണ് പറയണത്. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഈ സൃഷ്ടി മുഴുവനും ഇല്ലാതെ ഇരുന്ന് അതുണ്ടായത് എന്ന് പറയുമ്പോൾ ഇതുണ്ടായിരുന്നില്ല എന്ന അർത്ഥമാണ്. അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ അത് വെറും ഇല്ലായ്മയല്ല, ഈ സൃഷ്ടിയുടെ അഭാവം എന്നേ പറയാൻ പറ്റുള്ളൂ, പൂർണ്ണമായ അഭാവമല്ല. ഈ വ്യക്തത മുഴുവനും അവ്യക്തമായി, ആ അവ്യക്തതയിൽ നിന്നാണ് ഈ വ്യക്തത മുഴുവൻ പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബീജം അവിടെയാണ്. അങ്ങനെ ഒന്നാണ് നമ്മൾ രക്ഷിക്കുന്നത്, അല്ലാതെ ഈ പ്രത്യക്ഷമായി കാണുന്ന ഘടകങ്ങളല്ല. ഇതങ്ങോട്ട് ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ. ഇത് എഴുതണമെങ്കിൽ വേദവ്യാസൻ അനാഥനായി വളർന്നിരിക്കണം. അച്ഛനും അമ്മയും പരിരക്ഷിച്ചിരുന്നെങ്കിൽ വേദവ്യാസർക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നില്ല. കാരണം അച്ഛനമ്മമാരുണ്ടായിരുന്നു തന്നെ പരിരക്ഷിക്കാൻ. അവിടെ അച്ഛനുമില്ല അമ്മയുമില്ല. പിന്നെ ആ കുട്ടിയെ നോക്കിയതാരാ? ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നല്ല പൊക്കുണ്ട്, വണ്ണത്തിരി കുറവാന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലെ യശാത്തത എന്തായിരുന്നു? മഹാഭാരതത്തിൽ ഇല്ലാത്തത് ലോകത്തിൽ ഒരിടത്തുമില്ല. ലോകത്തിലുള്ളതെല്ലാം എൻ്റെ ഈ മഹാഭാരതത്തിൽ ഉണ്ട് എന്നിങ്ങനെ തുറന്ന് പ്രഖ്യാപിക്കുന്നു വ്യാസമഹർഷി. അത്ര വിശേഷപ്പെട്ടതാണ്. നിങ്ങളിതൊക്കെ ഒന്ന് നല്ല പോലെ മനസ്സിലാക്കണം. ഈ ശ്ലോകം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത് മൈ അനന്തമഹാംബോധൗ വിശ്വം നാമ വികൽപ്പന അതിശാന്തോ നിരാകാര ഏതദേവാഹമാസ്ഥിത. ഈ പ്രപഞ്ചം മുഴുവനും ഉദ്ഭവിച്ചത് അഭാവത്തിൽ നിന്നാണ്. ഈ പ്രപഞ്ചം സ്ഥൂലാത്മകമാണ്. അത് ഉത്പത്തിയായത് സൂക്ഷ്മാത്മകതയിൽ നിന്നാണ്. അപ്പോൾ ആ സൂക്ഷ്മരൂപമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ. ഇന്നും അതാണല്ലോ. ഭൂമിയിൽ 6 കിലോ തൂക്കമുള്ള ഒരു പദാർത്ഥം
ചന്ദ്രനിൽ കൊണ്ടുപോയാൽ 1 കിലോ ആണ്, ഇവിടെ 6 കിലോ ഉള്ളത്. ശൂന്യാകാശത്ത് പോയാൽ ഒരു തൂക്കവുമില്ല അതിന്. അപ്പോൾ നാം അനുഭവിക്കുന്നതും ആധാരപ്പെടുത്തുന്നതുമായ കനം അല്ലെങ്കിൽ ഭാരം വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് അനുഭവങ്ങൾ തന്നെ തെളിയിച്ചിരിക്കെ ഈ പ്രപഞ്ചത്തിന് എന്താണ് വില എന്ന് നിങ്ങൾ പറയൂ. അതാണ് ഇവിടെ പറയുന്നത്. വിശ്വം നാമ വികൽപ്പന. ഇതിനെ മുഴുവൻ നാം കണ്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സിലാണ് ഈ വിശ്വം ചാഞ്ചാടുന്നത്. മനസ്സാകട്ടെ സൂക്ഷ്മം, ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത്. ആ സൂക്ഷ്മ മനസ്സിൽ ഒരു സ്ഥൂല രചന സംഭാവ്യമല്ല. അപ്പം നാം അനുഭവിക്കുന്നത് മുഴുവനും നമ്മുടെ ശരീരമടക്കം നമ്മുടെ ആന്തര മനസ്സിൽ, ഉൾമനസ്സിൽ സൂക്ഷ്മമായിരിക്കുന്ന കൽപ്പനകളായിട്ടാണ്. എല്ലാം നമ്മുടെ മനസ്സിലെ പ്രത്യയം, സ്ഥൂലം പ്രത്യയം, സൂക്ഷ്മം പ്രത്യയം. എല്ലാ വിധത്തിലുള്ള താരതമ്യങ്ങളും പ്രത്യയങ്ങളാണ്, വിരുദ്ധങ്ങളും പ്രത്യയങ്ങളാണ്. അങ്ങനെ എല്ലാം എൻ്റെ മനസ്സിൽ പൊന്തിക്കിടക്കുന്ന പ്രത്യയങ്ങളായിരിക്കെ ഈ ലോകം അധിവസിക്കുന്നത് എന്നിലാണ്, ഞാനല്ല ലോകത്തിൽ. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് എനിക്ക് എന്താണ് സംഭവിക്കുക? എൻ്റെ മനസ്സിൽ നിർഗളിക്കുന്ന പ്രത്യയങ്ങളെല്ലാം നിർഗളിക്കുന്നത് പോലെ അപ്രത്യക്ഷങ്ങളും അല്ലെങ്കിൽ അനുഭവമല്ലാത്തവയുമാകുന്നു. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ, അതിൻ്റെ ജനയിതാവാണ് ഞാൻ, അതിൻ്റെ സന്ധാരകനാണ് ഞാൻ, അതിനെ സംഹരിക്കുന്നവനാണ് ഞാൻ. അങ്ങനെ ഉത്പത്തിയും സ്ഥിതിയും സംഹാരവും എൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ ഒന്നും നടക്കുന്നില്ല. അത് സ്ഥൂലമാണ്, ജഡമാണ്. ആ ജഡവസ്തുവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ക്രിയാത്മകതയുണ്ടെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിന്, എൻ്റെ ഉണർവിന്. ഇതാണ് അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇതിനെയാണ് ഞാൻ ശ്രീരാമന് വസിഷ്ഠ മഹർഷി ഉപദേശിച്ച 2 ശ്ലോകങ്ങൾ പറഞ്ഞ് ഉദാഹരിച്ചത്. സങ്കൽപ്പ സംക്ഷയവശാത് ഗളിതേതു ചിത്തേ സംസാരമോഹമിഹിക ഗളിതാ ഭവന്തി ശുദ്ധം വിഭാതി ശരദീവ ഖമാഗതായാം ചിന്മാത്രമേകമജമാദ്യമനന്തമന്തഃ. ഈ പ്രപഞ്ചം എങ്ങനെ വേണമെങ്കിൽ ഡാൻസ് കളിച്ചോട്ടെ, നമ്മുടെ ഉള്ളിൽ ഇതിനെ ഘടിപ്പിക്കുന്നത് എന്താ? നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സ്. ആ മനസ്സിൽ ഇതെല്ലാം കൽപ്പനകളാണ്. ആ കൽപ്പനകളെല്ലാം ശാന്തമാകുന്നതോടുകൂടി നിങ്ങൾക്ക് സ്വയം അറിയാം, ചിന്മാത്രം, ഞാൻ ചിത്ത് മാത്രമാണ്. ഐ ആം ദ പ്യുവർ കോൺഷ്യസ്നെസ് എലോൺ, നത്തിങ് എൽസ്. ഇറ്റ് നീഡ്സ് നോ പ്ലേസ്, it needs no support, it has got no description of any kind whatsoever. It is something that is because I know I am. അത് എവിടെ നിൽക്കണമെന്ന് ചോദിക്കേണ്ട, അതിന് നിൽക്കാൻ സ്ഥലം വേണ്ട. ആകാശത്തിലാണ് പാഞ്ചഭൗതികമായ പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കളെല്ലാം തന്നെ. ഇതിനങ്ങനെ ഒരു സ്ഥലം വേണ്ട, ആകാശം വേണ്ട. ചിന്മാത്രമേകമജം, അത് ജനിച്ചിട്ടില്ല, ആദ്യം, അതാണ് പ്രഥമം. അനന്തം, അതാണ് അനന്തം, ഇൻഫിനിറ്റ്. അന്തഃ, എൻ്റെ ഉള്ളിൽ. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകും താൻ എന്താണെന്ന്. ഈ സ്ഥൂല ശരീരം ഉറങ്ങുമ്പോൾ ഇല്ലാതെ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഇല്ലായ്മയാണ് അനുഭവിക്കുന്നത്, 1/3 ഇല്ലായ്മയും. ഉണർന്നിരിക്കുന്ന ദശ എത്രയോ അതിൻ്റെ പകുതി സമം നമ്മൾ ഇല്ലാതെയാവുന്നു. അങ്ങനെ ഒരു സാധനത്തിന് നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് സമ്മതിക്കാൻ മാത്രമുള്ള മണ്ടൂസാണോ നമ്മുടെ ബുദ്ധി? നമ്മൾക്ക് ബുദ്ധിയില്ലേ? ആ ബുദ്ധി സമ്മതിക്കുമോ ഈ ശരീരം ഉണ്ട് എന്ന് പറയാൻ? 24 മണിക്കൂറിൽ 16 മണിക്കൂറേ ഉള്ളൂ, 8 മണിക്കൂറില്ല. അപ്പോൾ 8 മണിക്കൂർ ഇല്ലാത്ത ഈ ശരീരം ഉണ്ടോ അതോ ഉണ്ടില്ല എന്ന് പറയണോ? എന്താ മിണ്ടാത്തെ? ഞാൻ തന്നെ മറുപടി പറയാം. നാത്മാഭാവേഷു നോ ഭാവഃ തത്രാനന്ദേ നിരഞ്ജനേ ഇത്യസക്തോ അസ്പൃഹശാന്തഃ ഏതദേവാഹമാസ്ഥിതഃ. ചൊല്ലിക്കോളൂ.
നാത്മാ ഭാവേഷു നോ ഭാവഃ नात्मा भावेषु नो भावः തത്രാനന്ദേ നിരഞ്ജനേ तत्रानन्ते निरञ्जने ഇത്യസക്തോ അസ്പൃഹഃ ശാന്തഃ इत्यसक्तो अस्पृहः शान्तः ഏതദേവാഹമാസ്ഥിതഃ एतदेवाहमास्थितः നാത്മാ ഭാവേഷു നോ ഭാവഃ नात्मा भावेषु नो भावः തത്രാനന്ദേ നിരഞ്ജനേ तत्रानन्ते निरञ्जने നമ്മുടെ ഉള്ളിലുള്ള ആ ഉണർവുണ്ടല്ലോ, ഉണർവ് 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 ഒരു ബോർഡിൽ നാം എന്തെങ്കിലും എഴുതി കാണിക്കണമെങ്കിൽ ബോർഡിനൊരു നിറമുണ്ടാവും. ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ വൈറ്റ് ബോർഡാണ്, അതിൽ കളർ പെൻ കൊണ്ടാണ് നമ്മൾ എഴുതുക, നീലയോ ചുവപ്പോ എന്താണെന്ന് വെച്ചാൽ. അപ്പം നമ്മുടെ മനസ്സിനെ എങ്ങനെ ചിത്രീകരിക്കണം? നിങ്ങൾ എൻ്റെ കൂടെ വരുമോ കൂട്ടരെ? ഉവ്വോ, വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നവരൊന്ന് കൈ പൊന്തിക്കും. ശരി, സന്തോഷം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറഞ്ഞൂടെപ്പാ, എന്താ പല്ല് കൊഴിഞ്ഞു പോവോ? അപ്പോൾ ഒരു ബോർഡിൽ എഴുതണമെങ്കിൽ ബോർഡിന് എന്ത് നിറമോ അത് വിട്ടൊരു നിറമാവണം എഴുതുന്ന പെൻസിലിന്, വേണ്ടേ? അപ്പം നമ്മുടെ മനസ്സിനെ എങ്ങനെ ചിത്രീകരിക്കണം? നമ്മുടെ മനസ്സിൽ പല വിധത്തിലുള്ള ചിന്തകൾ വരുന്നു, ഭാവങ്ങൾ, വികാരങ്ങൾ, സങ്കല്പങ്ങൾ, വികല്പങ്ങൾ, സംശയം, ചോദ്യം, ഉത്തരം, അന്വേഷണം, ഇങ്ങനെ പലതും പുറപ്പെടുന്നു. നിങ്ങൾ എൻ്റെ കൂടെ വരില്ലേ? നോക്ക്, ഇങ്ങനെ മാറി മാറി ഓരോന്ന് വരുമ്പോൾ അതിന് ഇന്നതാണെന്ന് ഇങ്ങനെ മാറി മാറി പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു നിറമോ മണമോ ഗുണമോ അതിന് വേണ്ടേ? ഇപ്പോൾ ബോർഡിൽ നിറച്ച് എഴുതി കഴിഞ്ഞാൽ ആ എഴുതിയിടത്തോളം സ്ഥലം ബോർഡിൽ മറഞ്ഞു പോകും. പിന്നെ ആദ്യം എഴുതണമെങ്കിൽ അതിന് തുടപ്പെടുത്ത് തുടച്ചിട്ട് വേണം. അതേമാതിരി മനസ്സിൽ ചിന്തകളും ഭാവങ്ങളും ധാരാളം വരണു. ആ വന്നു കഴിഞ്ഞ് പിന്നെയും വരണു. അപ്പോൾ ഈ മനസ്സിന് നിറമില്ലാത്ത മനസ്സാണെങ്കിൽ ചിന്തകൾക്ക് നിറമുണ്ടാവണം. അങ്ങനെ എന്തെങ്കിലും ഒരു നിറം ഈ മനസ്സിൽ വരുന്ന ഭാവങ്ങൾക്ക് കൽപ്പിക്കാൻ പറ്റുമോ? തത്രാനന്ദേ നിരഞ്ജനേ. മനസ്സിന് ഒരു വിധത്തിലും ഈ ബോർഡിൽ എഴുതുന്ന സമയത്ത് നിറം അതിൽ പറ്റിപ്പിടിക്കുന്നത് മാതിരി ഒരു ചിന്തയും മനസ്സിൽ പറ്റിപ്പിടിക്കുന്നില്ല. എന്താ? വന്നതുപോലെ അത് മറഞ്ഞു പോണു. അവനവൻ്റെ മനസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ താതാത്മ്യത്തോടു കൂടി വരണം. വിൽ യു പ്ലീസ് ടെൽ മീ വെരി ക്ലിയർലി ദാറ്റ് ഈസ് ദെയർ എനിത്തിങ് ലൈക്ക് എ കളർഫുൾനെസ് ഇൻ ദ ജനറേഷൻ ഓഫ് ദ മൈൻഡ്? ഒരു ചിന്ത വന്നു, ആ ചിന്ത വന്നതിന് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്കാർ, എന്തെങ്കിലും ഒരു അടയാളം വരുത്താൻ പറ്റുമോ? കാലത്തെണീറ്റ് എത്ര ചിന്തകളായി വന്നു, എത്ര ചിന്തകളായി പോണു. അപ്പോൾ ആ വന്നു പോകുന്ന ചിന്തകളുടെ ഒരു തരത്തിലുള്ള പ്രതിഫലനവും നിങ്ങളുടെ മനസ്സിലില്ല. നിങ്ങൾ നിരഞ്ജനന്മാരാണ്. ഒരു വിധത്തിലുള്ള കറയും നമ്മുടെ മനസ്സിന് സംഭവിക്കണില്ല, ഉള്ളുണർവിന്. പിന്നെ എങ്ങനെയാണ് ഈ ചിന്തകളെ നിങ്ങൾ തിരിച്ചറിയുന്നത്? ഒന്ന് പറയും. ബോർഡിൽ തിരിച്ചറിയുന്നത് വേറെ ഒരു നിറം, ഇങ്ങനെ പല വിധത്തിലുള്ള ഭാവങ്ങൾ, രൂപങ്ങൾ കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ വല്ല നിറങ്ങളോ രൂപങ്ങളോ ഉണ്ടോ? ഇതെന്ത് മായമാപാത്ത്? മയി തത്രാനന്ദേ നിരഞ്ജനേ നാത്മാഭാവേഷു. നമ്മുടെ ഉള്ളിലുള്ളത് ആത്മചൈതന്യമാണ്. ആ ആത്മചൈതന്യം ഏതെങ്കിലും ഒരു ചിന്തയിൽ ആ ആത്മചൈതന്യം പറ്റിയിരിക്കണു, അടങ്ങിയിരിക്കണു എന്നുള്ളപ്പോൾ ആ ചിന്ത ഇല്ലാതെ ആവുമ്പോൾ ആ ആത്മാ അതിൻ്റെ കൂടെ കുറേ ഭാഗം നശിക്കുകയും ചെയ്യുമല്ലോ. മനസ്സിലായില്ല? നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരണു. ആ ചിന്തകൾ വരുന്ന സമയത്ത് ഓരോ ചിന്തയ്ക്കും അനുസരിച്ച് ആത്മാ അതിൽ ഉൾപ്പെട്ടിരിക്കണു എന്ന് വരട്ടെ. അങ്ങനെ ഉൾപ്പെട്ടിരുന്നാൽ ആ ചിന്ത പോകുമ്പോൾ ആത്മാ അത്രയും നശിക്കുകയും ചെയ്യുമല്ലോ.
അങ്ങനെ നാശം സംഭവിക്കുന്നുണ്ടോ? അനവധി ചിന്തിച്ചത് കൊണ്ട് നിങ്ങളുടെ മനസ്സിന് വല്ല കുറവുമുണ്ടോ? കൂടുതൽ ചിന്തിച്ചത് കൊണ്ട് വല്ല കൂടുതലുണ്ടോ? മനസ്സിൻ്റെ പാട്ടിലല്ലേ ഇരിക്കുന്നത്. കോടാനുകോടി ചിന്തകൾ വന്നു പോയി, ഒരു കുറവും നിങ്ങൾക്കില്ല. ഇനിയും ചിന്തിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് മനസ്സിരിക്കുന്നത്. ചിന്തിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു നിറം കൊണ്ടോ വിടവ് കൊണ്ടോ കോറലോ പോറലോ മനസ്സിനുണ്ടാവുന്നുണ്ടോ? അപ്പോൾ പറയിൻ, എന്തു പറയിൻ? തത്രാനന്ദേ നിരഞ്ജനേ. എണ്ണമില്ലാത്തത്ര ചിന്തകൾ പുറപ്പെടുവിക്കണമെങ്കിൽ ആ മനസ്സിന് എത്ര പ്രഭാവമുണ്ടാവണം? അപ്പം നമ്മുടെ മനസ്സ് പൂർണ്ണപ്രഭാവിയോ അതോ അല്പപ്രഭാവിയോ? ആരുടെ മനസ്സ്? നിങ്ങളുടെ മനസ്സ്. അപ്പം നിങ്ങളുടെ മനസ്സ് അല്പപ്രഭാവിയാണെങ്കിൽ നിങ്ങളോ? എന്താ മിണ്ടാതെ? അനന്തപ്രഭാവിയാണ്. പറയണപ്പ, ഞാൻ അനന്തപ്രഭാവിയാണ്, പറയൂ. എന്താ മടി? എനിക്ക് പിടിച്ചില്ല. ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചാവോ? ഇത് പറഞ്ഞതുകൊണ്ട് വല്ലവരും കുറ്റം പറയോ? I am of an infinite magnitude. I have infinite potential. I am infinitely majestic, magnificent, profound. എൻ്റെ ആഴം എത്രയാ? എൻ്റെ വിസ്താരം എത്രയാ? എൻ്റെ പ്രഭാവം എത്രയാ? എനിക്ക് കറയേൽപ്പിക്കാനായി ലോകത്തിൽ എന്തെങ്കിലും ഒരു വസ്തുവോ തൻ്റെ ഉള്ളിൽ കയറി വരുന്ന ചിന്തകളോ വികാരങ്ങളോ ഭാവങ്ങളോ ഉണ്ടോ? വന്ന പോലെ ഇപ്പോഴും നിൽക്കുന്നു. എത്രയെത്ര ദുഃഖങ്ങൾ അനുഭവിച്ചു, സുഖങ്ങൾ അനുഭവിച്ചു. ഈ സുഖദുഃഖങ്ങളെ ചൊല്ലി ഒരു കറയോ കുറയോ എനിക്ക് സംഭവിക്കുന്നില്ല. ഞാൻ കറയേശാത്തവനാണ്, കുറ സംഭവിക്കാത്തവനാണ്. എന്നിൽ പോറലില്ല, കോറലില്ല, കുഴിയില്ല, ചതുപ്പില്ല. ഇതൊക്കെ എൻ്റെ ശരീരത്തിന് വേണമെങ്കിൽ ഉണ്ടാകാം, എനിക്കില്ല. ഞാൻ അനന്തനാണ്. എൻ്റെ ശരീരത്തിനാണ് അന്തം, എൻ്റെ മനസ്സിന് അന്തമില്ല. ഇത്യസക്തോ അസ്പൃഹശാന്തോ. ഇങ്ങനെ വന്നാൽ പിന്നെ എനിക്കെന്താണ് ശക്തി? എത്ര ചിന്തകൾ വേണമെങ്കിൽ വരട്ടെ, പോട്ടെ. ഭാവങ്ങൾ ഉദിക്കട്ടെ, അസ്തമിക്കട്ടെ. ആ ഉദിക്കാനും അസ്തമിക്കാനുമുള്ള ഒരു ഉറവിടമാണ് ഞാൻ. അതിൻ്റെ ഒരു സബ്സ്ട്രാറ്റം, അധിഷ്ഠാനമാണ് ഞാൻ. എന്നിലൊന്നും സംഭവിക്കുന്നില്ല. എന്നിലൊന്നും സംഭവിക്കില്ല എന്ന് വച്ചാൽ എന്തും സംഭവിച്ചോട്ടെ. അതുകൊണ്ട് എനിക്ക് പേടിയില്ല, വിഷമമില്ല, കുടുക്കമില്ല, ചുരുക്കമില്ല, ഇടുക്കമില്ല. ഞാൻ എന്നും എൻ്റെ വികസിത പ്രഭാവത്തിൽ ആഞ്ഞുലഞ്ഞ് സന്തോഷിച്ചിരിക്കുന്നവനാണ്. ഏകാന്തതയിലിരുന്ന് നിങ്ങളുടെ ചിന്തകളെ കണ്ണടച്ചൊന്ന് ഒബ്സർവ് ചെയ്യൂ, ഒന്ന് നിരീക്ഷിക്കൂ. ഒന്നും ചെയ്യണ്ട, ചിന്തകൾ വരട്ടെ, പോട്ടെ. കണ്ണടച്ചവിടെ ഇരിക്കൂ സ്വബോധത്തോടു കൂടി. ആ ചിന്തകളുടെ വരവും പോക്കും നിരീക്ഷിക്കൂ. അവ വരും പോകും. അവയെ നോക്കിക്കാണുന്ന താൻ വരുന്നില്ല, പോകുന്നില്ല. വരവും പോക്കും തനിക്കല്ല, വന്നു പോകുന്നവയ്ക്കാണ്. തനിക്കൊന്നുമില്ല. ഈ അനുഭവം വളർത്തിയെടുക്കൂ കൂട്ടരെ. എന്തിനാണ് മനുഷ്യബുദ്ധി? എന്തിനാണ് മനുഷ്യനേത്രങ്ങൾ? ഇത്യസക്ത. ഒരു വിധത്തിലും ഒരൊട്ടലും എനിക്കില്ല. ഞാൻ ഒട്ടലില്ലാത്തവനാണ്. എനിക്ക് ഒട്ടലില്ലായ്മ വളർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത്യസക്തോ അസ്പൃഹ. എനിക്ക് എന്തിനോടാണ് ആശ? എൻ്റെ മനസ്സിലുള്ള പ്രതിച്ഛായകളെ ഞാൻ അനുഭവിക്കുന്നുള്ളൂ. ആ പ്രതിച്ഛായകളെ ഞാൻ ആശിക്കണമോ? ആ പ്രതിച്ഛായയിൽ മനസ്സ് വിട്ട് എന്തെങ്കിലും ഒരു പൊരുളുണ്ടോ? അപ്പോൾ എൻ്റെ ആശ തോന്നുന്നത് മുഴുവൻ ബാഹ്യവസ്തുക്കളോടല്ല, മനസ്സിലെ പ്രതിച്ഛായകളോടാണ് എനിക്ക് ആശ തോന്നുന്നത്. അവിടെ ആശിക്കാനായിട്ട് അന്യവസ്തു ഇല്ല, മനസ്സ് തന്നെയാണ് പ്രതിച്ഛായ. കണ്ണാടി അതിലത്തെ പ്രതിബിംബത്തെ ആശിക്കുമോ? കണ്ണാടി അതിലത്തെ പ്രതിബിംബത്തെ ആശിക്കുമോ? കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തെ നോക്കിക്കാണുന്ന നിങ്ങൾ ആശിക്കുമോ? എന്താ കാരണം? അതില്ല. അത് പ്രതിബിംബം മാത്രമാണ്.
അതുപോലെ എൻ്റെ മനസ്സിൽ പ്രതിഫലിക്കുന്ന വിഷയങ്ങളിൽ എനിക്ക് ആശ തോന്നിയാൽ അത് അനർത്ഥമോ അർത്ഥകരമോ? ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക നിങ്ങൾ എന്താ മറുപടി പറയണേന്ന്? അപ്പോൾ ഇവിടെ ആശിക്കാൻ എന്താ ഉള്ളത്? മൈ ഓൺ മൈൻഡ് പ്രൊഡ്യൂസസ് these reflections. It is my own mind which produces these reflections. Am I to desire and aspire for these reflections? Is there any substance in the reflection? Is it not the mind itself that gets reflected? What is there to be a second product which I can desire for, aspire for, which I can desire? Ityasaktaha asprahashantaha ഏതദേവാഹമാസ്ഥിതഃ. ഇങ്ങനെ അറിയേണ്ടതിനെ മുഴുവൻ അറിഞ്ഞ് എൻ്റെ മനസ്സിലെ ഭാവപ്രകടനങ്ങളാണ് ഈ കാണുന്നത് മുഴുവനും. ആ ഭാവപ്രകടനങ്ങളിൽ എൻ്റെ മനസ്ത്വം മാത്രമേ ഉള്ളൂ, മനസ്സ് വിട്ടൊരു പൊരുളില്ല എന്ന് മനസ്സിലാക്കി എന്ന് ഗ്രഹിച്ച് ഞാൻ പരമശാന്തനായിരിക്കുകയാണ്. My dear souls, there is nothing in this world other than your mind and mind's own reflections. There is nothing in this world other than your own mind and mind's own reflections. The reflections of the mind have nothing other than the mind besides the mind. So I find nothing to be desired, nothing to be aspired for. I am alone there and I am sufficient in myself. ഇതാണ് ഭാരതീയ മനഃശാസ്ത്രം. ഞാനിവിടെ മനസ്സിൻ്റെ മഹിമയാണ് പറയുന്നത്. നാം കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും അപഗ്രഥനമാണ് ഇവിടെ നടത്തുന്നത്. ഇതിനെനിക്ക് ടെലിസ്കോപ്പ് വേണ്ട, മൈക്രോസ്കോപ്പ് വേണ്ട. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും അവയെ വിനിയോഗിക്കുന്ന മനസ്സും മനസ്സിന് ദിശ നൽകുന്ന ബുദ്ധിയും മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. എൻ്റെ ലബോറട്ടറി എൻ്റെ ഉൾവ്യക്തിത്വമാണ്. അത് പ്രവർത്തിക്കാനുള്ള സ്കോപ്പ് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്, ബുദ്ധിയുണ്ട്. കൃഷ്ണൻ എന്ത് പറയുന്നു? മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി നജാഹം തേഷ്വഭസ്ഥിതഃ. ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകം. അർജുന കേട്ടോളൂ. മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന. ഈ കാണുന്നത് മുഴുവനും എൻ്റെ ഉള്ളിലുള്ള അവ്യക്തമൂർത്തിയാൽ വ്യാപ്തമാണ്. എൻ്റെ ശരീരമേ ഒതുങ്ങിയിരിക്കുന്നുള്ളൂ പരിമിതമായി. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ മാത്രമാണോ? എന്താ മിണ്ടാത്തേ? എല്ലാ ദിക്കിലുമില്ലേ? അപ്പം നിങ്ങളുടെ ശരീരത്തിലും കാറ്റിലും എല്ലാമുള്ള ആകാശമോ സർവത്രയുണ്ട്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഉള്ളുണർവ് വളരെ സൂക്ഷ്മമാണ്, ആകാശത്തെപ്പോലെ, ആകാശത്തേക്കാളും. ആ സൂക്ഷ്മമായ ആ ഉണർവ്, സൂക്ഷ്മാകാശം എങ്ങനെ വ്യാപകമോ അതേപോലെ അത് വ്യാപിച്ചിരിക്കുന്നതാണ്. എൻ്റെ ഉൾവ്യക്തിത്വത്താൽ ഞാൻ എല്ലാറ്റിനെയും വ്യാപിച്ചിരിക്കുന്നു. മസ്താനി സർവഭൂതാനി, എന്നിലാണ് എല്ലാ ഭൂതങ്ങളും. നചാഹം തേഷ്വവസ്ഥിതഃ, ഒരൊറ്റ ഭൂതത്തിലും മാത്രമായി ഞാൻ അധിവസിക്കുന്നില്ല. ഭൂതങ്ങളെല്ലാം എന്നിലാണ് അധിവസിക്കുന്നത്. ഒരു ബോർഡിൽ എഴുതിയ അക്ഷരങ്ങൾ മുഴുവൻ ബോർഡിൽ നിൽക്കുന്നു, പക്ഷേ ബോർഡ് അക്ഷരങ്ങളിലില്ല. അക്ഷരങ്ങൾ മാച്ചാലും ബോർഡ് അവിടെ ബാക്കി നിൽക്കും. അപ്പം ഞാൻ എല്ലാറ്റിലും വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭൂതങ്ങൾ നശിക്കുമ്പോൾ എൻ്റെ ഭാഗം നശിക്കണമെന്ന് വിചാരിക്കരുത്. നചാഹം തേഷ്വവസ്ഥിതഃ, എല്ലാം എന്നിലാണ്, എന്നാൽ ഞാൻ അവയിലില്ല. ഇനി പറയണത് കേട്ടോളൂ. നചമത്സ്ഥാനി ഭൂതാനി, വാസ്തവത്തിൽ ഈ വസ്തുക്കളും എന്നിലില്ല. നിങ്ങൾ ഈ പ്രപഞ്ചാനുഭവം മുഴുവൻ
നിങ്ങളുടെ മനസ്സിലുള്ള പ്രതിച്ഛായ ആയിട്ടാണ് എങ്കിൽ പ്രതിച്ഛായകൾ വന്നു പോകുന്നു. പ്രതിച്ഛായകൾ വന്നു പോകുമ്പോൾ പ്രതിച്ഛായ ഉണ്ടാക്കുന്ന മനസ്സ് വന്നു പോകുന്നുണ്ടോ? പ്രതിച്ഛായകൾക്കല്ലേ നാശമുള്ളൂ, വരവുള്ളൂ, ഉദയാസ്തമനങ്ങളുള്ളൂ. അതുപോലെ ഞാൻ എല്ലാറ്റിലുമുണ്ട്, പക്ഷേ അല്ല, എല്ലാം എന്നിലുണ്ട്, ഞാൻ എല്ലാറ്റിലുമില്ല. ഇനി ഒരു സ്റ്റെപ്പ് കടന്ന് പറയുകയാണ്, വാസ്തവത്തിൽ എന്നിൽ ഭൂതങ്ങളുമില്ല. പശ്യമേ യോഗമൈശ്വരം. അതാണ് എൻ്റെ ഐശ്വര്യയോഗം. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിച്ച് ആ ഉള്ളതിന് ആധാരമായിരിക്കുന്നതാണ് എൻ്റെ യോഗം, ഈ ഐശ്വര്യയോഗം. ഒരാൾ കിടന്ന് ഉറങ്ങുന്നു. ഉറങ്ങുന്ന സമയത്ത് പ്രപഞ്ചബന്ധം മുഴുവനും പോയി. അവസാനം ദേഹബോധം പോയി, മനോബോധം പോയി, ബുദ്ധിബോധം, അഹങ്കാരബോധം എല്ലാം പോയി കിടന്നുറങ്ങണു. ആ ഉറക്കത്തിലാണ് വഴുതി വീണ് സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിൽ ഒരു സമാന പ്രപഞ്ചം തന്നെ ഉണ്ടാവുന്നു. ആ പ്രപഞ്ചത്തിൽ സ്വപ്നം കാണുന്നവൻ വ്യവഹരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എണീക്കുമ്പോൾ സ്വപ്നമാണോ ഇല്ലാതെയാകുന്നത്, ഉറങ്ങിയവനോ? എന്താ ഇവരും മിണ്ടാത്തെ? ഉറങ്ങിയവനില്ലാതെ ആവുന്നുണ്ടോ? സ്വപ്നത്തെ കണ്ടവനും സ്വപ്നം രചിച്ചവനും ഇല്ലാതെ ആവുന്നില്ലല്ലോ. സ്വപ്നമല്ലേ ഇല്ലാതെ ആവുന്നുള്ളൂ. ആ സ്വപ്നം വാസ്തവത്തിൽ ഉണ്ടായിരുന്നതോ ഇല്ലാതിരുന്നതോ? ഇല്ലാതിരുന്നത്. അപ്പോൾ സ്വപ്നം തന്നെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരുമല്ലോ. അതുപോലെ ഈ പ്രപഞ്ചം തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. ദാറ്റ് ഈസ് വാട്ട് ഹി ഈസ് സെയിങ്. നച മത്സ്ഥാനി ഭൂതാനി. ടു ബിഗിൻ വിത്ത്, the world is apparently there. When you start analyzing the experience, it becomes a perception, an inner perception, totally depending upon the inner perceiver. The entire perception is a result of the perceiving process. This process is given rise to by the perceiver. The process as well as the perceiver are totally inner. So where is the externality? The world is my perception. ഈ ലോകം എൻ്റെ ദർശനമാണ്. ദർശനങ്ങളൊന്നും ബാഹ്യമല്ല. എൻ്റെ ദർശനം നടക്കുന്നത് മുഴുവൻ ഉള്ളിലാണ്. ആ ഉള്ളിൽ ഉൾപ്രതിച്ഛായയായിട്ടാണ് ഞാൻ വസ്തുക്കളെ കാണുന്നത്. അപ്പം എൻ്റെ ദർശനം മുഴുവൻ ഉൾപ്രതിച്ഛായയാണെങ്കിൽ ഈ പ്രതിച്ഛായ പോലും അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തിനില്ലാതെയാവുന്നു? ജാഗ്രത അവസ്ഥ തന്നെ മറഞ്ഞു പോകുന്നില്ലേ? ജാഗ്രത അവസ്ഥ തന്നെ മറഞ്ഞു പോകുന്നുണ്ടല്ലോ. ജാഗ്രത അവസ്ഥ തന്നെ മറഞ്ഞു പോകുന്നുണ്ടല്ലോ. ആ ജാഗ്രത അവസ്ഥയുടെ പരിണത ഫലമല്ലേ നാം കാണുന്ന പ്രപഞ്ചവും പാഞ്ചഭൗതിക വസ്തുക്കളും. ആ ജാഗ്രത അവസ്ഥ തന്നെ ഇല്ലാതെയാവുമ്പോൾ പിന്നെ വസ്തുക്കൾ എങ്ങനെയാണ് ഉണ്ടാവുക? നോക്കൂ ഇതിൻ്റെ അർത്ഥം. ഇതാണ് ഐശ്വര്യയോഗം എന്ന് പറയണേ. പശ്യമേ യോഗമൈശ്വരം. ഇത്യസക്തോ അസ്പൃഹശാന്തഃ ഏതദേവാഹമാസ്ഥിതഃ. ഇങ്ങനെ മനസ്സിലാക്കി ഞാൻ പ്രശാന്തഗംഭീരനായി കഴിയുന്നു. എനിക്ക് ഈ ലോകത്തിൽ അഭിലഷിക്കാനോ ആഗ്രഹിക്കാനോ ഒന്നും തന്നെയില്ല. ഇങ്ങനെ ഒരു ലോകത്തെപ്പറ്റി ഞാൻ എന്തു പറയേണ്ടു? അഹോ ചിന്മാത്രമേവാഹം ഇന്ദ്രജാലോപമം ജഗത് ഇതി മമ കഥം കുത്ര ഹേയോപാദേയ കൽപ്പന. 5ാമത്തെ ശ്ലോകം. അഹോ ചിന്മാത്രമേവാഹം. അഹോ ചിന്മാത്രമേവാഹം. ഇന്ദ്രജാലോപമം ജഗത്. ഇന്ദ്രജാലോപമം ജഗത്. ഇതി മമ കഥം കുത്ര. അതോ മമ കഥം കുത്ര. ഹേയോപാദേയ കൽപ്പന. ഹേയോപാദേയ കൽപ്പന. ഞാൻ ചിന്മാത്രമാണ്.
ഞാൻ ഒരിക്കലും ഉണർവല്ലാതെ ആയിത്തീരുന്നില്ല. ഐ ആം ദി കോൺഷ്യസ്നെസ്. ഐ നെവർ ബിക്കം അതർവൈസ്. Throughout the wakeful state, I am awake. I am awake. Not that the world is awake. I am awake. Wakefulness springs from me. It is my expression, my extension, my prevalence. ആരാണ് ഉണർന്നത്? ഞാനാണ് ഉണർന്നത്. ആരുടെയാണ് ജാഗ്രത അവസ്ഥ? എൻ്റെയാണ് ജാഗ്രത അവസ്ഥ. ആ ഞാനാണ് ഉണർവിനെ വിട്ട് ഉറങ്ങുന്നത്. അപ്പോഴും ഞാനില്ലാതെ ആവുന്നില്ല, ജാഗ്രതാണ് ഇല്ലാതെ ആവുന്നത്. ഉറങ്ങി എണീക്കുന്നത് ഞാൻ, ഉറക്കമില്ലാതെ ആവുന്നു, ഞാനില്ലാതെ ആവുന്നില്ല. സ്വപ്നം കാണുന്നത് ഞാൻ, സ്വപ്നമില്ലാതെ ആവുന്നു, ഞാനില്ലാതെ ആവുന്നില്ല. ആ ഞാൻ ആരാ? ദ്രവ്യമാണോ? അല്ല. ഊർജമാണോ? അല്ല. ദ്രവ്യോർജ വിലക്ഷണമായ ബോധസ്വരൂപമാണ്. ആ ബോധത്തിനെയാണ് ചിത്ത് 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 എന്ന് പറയണേ. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സായി. ചിത്ത്. അഹോ ചിന്മാത്രമേവാഹം. അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചത്തിന് എന്ത് പറയണം? ഇന്ദ്രജാലോപമം ജഗത്. ഇതൊരു കൺകെട്ടുവിദ്യയാണ്. ഇതൊരു കൺകെട്ടുവിദ്യയാണ്. ഇതല്ലാതെ ഇതിനൊരു വസ്തുനിഷ്ഠതയില്ല. വസ്തുനിഷ്ഠതയില്ല. നാണക്കേട്, നാണക്കേട്. ഇതിനെ കണ്ട് ഭ്രമിക്കുകയാണത്രേ. ആര്? ബുദ്ധിയുള്ള മനുഷ്യൻ, തൻ്റെ ഇടമുള്ള മനുഷ്യൻ, വിവേകമുള്ള മനുഷ്യൻ ഇതിനെ കണ്ട് ഭ്രമിക്കുകയാണത്രേ. എടോ മനുഷ്യ, അതെനിക്ക് വേറെ ഒരു ജോലിയില്ലേ? വേറെ ഒന്നുമില്ലേ? ഇതിനെ കണ്ട് ഭ്രമിക്കേ. ഇവിടെ എന്താണ് ഉള്ളത്? കാഴ്ച. സർവ്വ അനുഭവങ്ങളും ഉള്ളിലാണ്. ആ അനുഭവങ്ങളെ മുഴുവൻ ഉണ്ടാക്കി തീർക്കുന്നത് അനുഭവിയാണ്. ജാഗ്രത അവസ്ഥ തന്നെ ഇല്ലാതെ 8 മണിക്കൂർ നാം ജാഗ്രത്തിൻ്റെ സ്പർശം പോലുമില്ലാതെ കിടന്നുറങ്ങണു, ഒന്നും അറിയാതെ. എന്നിട്ട് എണീറ്റ് പറയണു സുഖമായിട്ട് കിടന്നുറങ്ങി, ഒന്നും കണ്ടില്ല, കേട്ടില്ല, സ്പർശിച്ചില്ല. അടുത്തുള്ള ഉറ്റബന്ധു മരിച്ചാലും നമ്മൾ അറിയാൻ പോകുന്നില്ല. ആ ഉറക്കം തന്നെ. പ്രതിദിനം ഇങ്ങനെ ഉറക്കം കൊണ്ട് ഈ ഉണർവിലുള്ള വ്യവഹാരങ്ങൾ മുഴുവനും, അതിൻ്റെ ഫലങ്ങൾ മുഴുവനും തുടച്ചു മാറ്റി ജീവിക്കുന്ന നമ്മൾ ഈ ഉറക്കത്തിൽ നിന്നുള്ള പാഠം പഠിക്കുന്നില്ലല്ലോ. ഇതിലേറെ അനുശോചിക്കാൻ എന്തുണ്ടപ്പാ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച്. അങ്ങനെയുള്ള ഈ ലോകത്തിൽ ഹേയോപാധേയ കൽപ്പന, ഇവിടെയാണത്രേ സ്വീകാര്യം തിരസ്കാര്യം എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. കീഴ്ശ്വാസം കൊണ്ട് കയറ് പിരിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. കുശു കൊണ്ട് കയറ് പിരിക്കുകയെന്ന്. അതാണ് നമ്മുടെ വിധികൾ മുഴുവൻ, നിഷേധങ്ങൾ മുഴുവനും. എന്തിനെക്കുറിച്ച് വിധി, എന്തിനെക്കുറിച്ച് നിഷേധം എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ലൈനിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഹേയോപാധേയ കൽപ്പന. ഇവിടെ ത്യജിക്കാനുണ്ടെങ്കിൽ എന്തിനെ ത്യജിക്കണം? ഈ പ്രപഞ്ചബോധം മുഴുവൻ മിഥ്യയായിരിക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് വലയുന്ന ആ സ്വഭാവത്തെയാണ് നിങ്ങൾ ത്യജിക്കേണ്ടത്. രണ്ടാമതൊന്നുണ്ട് എന്നുള്ള തോന്നലിനെയാണ് ത്യജിക്കേണ്ടത്. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെയല്ല. ഇത് നല്ലത്, അത് മോശം, അത് കിട്ടിയാൽ കൊള്ളാം എന്നിങ്ങനെ വഴക്ക് കൂടുകയല്ല അവിടെ വേണ്ടത്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും വസ്തുനിഷ്ഠമല്ല, അതെൻ്റെ മനസ്സിലെ അനുഭവങ്ങളാണ്. അനുഭവങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ രണ്ടാമതൊരു വസ്തു ഇല്ല എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും ഷൂ എന്ന് പറഞ്ഞങ്ങോട്ട് വിടുൻ. അതാണ് ഇവിടെ ആവശ്യം. ഹേയോപാധേയ കൽപ്പന. അഹോ ചിന്മാത്രമേവാഹം ഇന്ദ്രജാലോപമം ജഗത്. ഇതൊരു കൺകെട്ട് വിദ്യ, ഇതിനൊരു വസ്തുനിഷ്ഠതയില്ല. ഇതി മമ കഥം കുത്ര ഹേയോപാധേയ കൽപ്പന. അപ്പോൾ ഇവിടെ നാം ഉദ്ദേശിക്കുന്ന വിധികളും നിഷേധങ്ങളും വർജ്യങ്ങളും അവർജ്യങ്ങളും സ്വീകാര്യങ്ങളും തിരസ്കാരങ്ങളും എല്ലാം തന്നെ ആധാരവും അധിഷ്ഠാനവും ന്യായവുമില്ലാത്തതാണ്. മനസ്സും ബുദ്ധിയും രചിക്കുന്ന കെട്ടുപൂട്ടുകളാണത് മുഴുവനും. ആ കെട്ടുപൂട്ടുകളിൽ നിന്ന് വിരാമം വരട്ടെ നിങ്ങൾക്ക്. അതിനെ മുഴുവൻ അഴിച്ചു ഉലർത്തി ഉണർവ് മാത്രമായി നിങ്ങളങ്ങോട്ട് ശോഭിക്കൂ, സ്വതന്ത്രരാകൂ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അപ്രാപ്യമല്ല, സ്വാതന്ത്ര്യം സഹജമാണ്. നിങ്ങളുടെ സ്വഭാവമാണത്, സ്വരൂപമാണത്.
വെറും അജ്ഞാനം കൊണ്ട്, തത്വവിചാരം ചെയ്യാത്തത് കൊണ്ട്, ആത്മനിരീക്ഷണത്തിൻ്റെ അഭാവത്താലാണ് ഈ കോലാഹലം മുഴുവനും വന്ന് പിടികൂടുന്നത്. അതിനെല്ലാം തൂത്തുവാരി വലിച്ചെറിഞ്ഞ് സ്വതന്ത്രനായി വാഴണം. ഇതാണ് നമുക്ക് ആവശ്യം. അത് തികച്ചും നമ്മുടെ സ്വാധീനത്തിലും നമ്മുടെ കൈപ്പിടുത്തത്തിലുമുള്ളതാണ്. മനസ്സിനെ ശുദ്ധമാക്കി, ബുദ്ധിയെ സൂക്ഷ്മമാക്കി, തത്വവിചാരം അത് അർഹിക്കുന്ന തലത്തിൽ പരിശീലിച്ച് അനുധാവനം ചെയ്യണം. അത് മാത്രമേ നമുക്ക് വേണ്ടൂ. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവാ. തദ്ദൈവമേവ മമ സർവമഹം തദേവാ. ഹരി 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 ഓം തസ്. നമുക്ക് സമാപന ഓങ്കാരം ജപിക്കാം. അതിനു വേണ്ട പോസ് എല്ലാവരും എടുത്തോളൂ. ഓ